ബൈബിൾ പറയുന്നത് 1 തീമോഥെയോസിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 5-6 വാക്യങ്ങളിൽ പറയുന്നു, കാമുഹി ആയവളോ അവൾ ജീവിച്ചിരിക്കൽ തന്നെ മരിച്ചവൾ ആകുന്നു. ഒന്നുകൂടി ആ വാക്ക് ഞാൻ പറയുന്നു, കാമുഹി ആയവളോ ജീവിച്ചിരിക്കൽ തന്നെ അവൾ മരിച്ചവളാകുന്നു. ആരാണ് മരിച്ചവർ? മരിച്ചവർ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കൺമുമ്പിൽ വരുന്നത് കോടി പുതച്ച്, വെള്ളയോ അല്ലെങ്കിൽ അവനവന്റെ ആചാരപ്രകാരമുള്ള കോടി പുതച്ച് കിടക്കുന്ന പെട്ടിക്കകത്തോ അല്ലെങ്കിൽ പച്ചലയിലോ വച്ചിരിക്കുന്ന ഒരു ശവശരീരത്തെയാണ് മരണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ, നമ്മുടെ കൺമുമ്പിൽ തെളിയുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നിങ്ങൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കൂ. മരണം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് മരണം എന്ന് കേൾക്കുമ്പോൾ അവസാനം എന്ന് നമുക്ക് തോന്നുന്നത്. മരണം എന്ന വാക്കിന്റെ അർത്ഥം അറിയാൻ മേലാത്തത് കൊണ്ടാണ്. മരണം എന്ന വാക്കിന് മലയാളം പരിഭാഷയിലെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത് കടന്നു പോകുക എന്ന അർത്ഥമാണ്. ഒന്നുകൂടി പറയുന്നു, മരണം എന്ന വാക്കിന് കടന്നു പോകുക എന്നാണ് അർത്ഥം. അതിന്റെ അർത്ഥം ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ ഞാനിവിടെ വന്നു. ഞാനിവിടെ സ്ഥിര താമസിക്കാൻ വന്നയാളല്ല. ഇന്ന് രാത്രി കൂടി കഴിഞ്ഞിട്ട് നാളെ പോകാൻ വന്നയാളല്ല. ഈ പ്രഭാഷണം കഴിഞ്ഞ് മിനിറ്റുകൾക്കകത്ത് തന്നെ ഞാനിവിടെ നിന്ന് കടന്നു പോകും. ആ പോകുക എന്ന് പറഞ്ഞാൽ ആ വാക്കിന് മരണം എന്നല്ല, കടന്നു പോകുക എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഈ കാര്യത്തിൽ നമ്മൾ കടന്നു പോകുക എന്ന വാക്ക് തന്നെയാണ് ഒരു മനുഷ്യന്റെ മരണത്തിന് എന്ന് പറഞ്ഞാൽ അക്ഷരികമായ മരണത്തിനും കൊടുത്തിരിക്കുന്ന പദപ്രയോഗം മരണമെന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഇന്ന് രാത്രി ക്രിസ്തീയ മതം മാത്രമല്ല, വേദപുസ്തകത്തിന്റെ ഭാഷ മാത്രമല്ല, സർവ മതങ്ങളും പഠിപ്പിക്കലുകളുടെ കൂടി സമാഹരിച്ചുകൊണ്ട് ഒരു വാക്കിൽ പറയുന്നു, മരണം അവസാനമല്ല എന്ന് അറിഞ്ഞോ അറിയാതെയോ ഭൂമിയിലെ സകല മനുഷ്യരും വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥമാണ്, ഒരു ക്രിസ്ത്യാനി മരിച്ചാൽ പെന്തക്കോസ്തുകാർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാമുദായിക സഭകളും ചെയ്യുന്നത് ആണ്ടുതോറും കുഴിക്കരയിൽ ചെല്ലുന്നു, അവിടെ മെഴുകുതിരി കത്തിക്കുന്നു, അവിടെ പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവർക്കും ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കൊടുക്കുന്നു. വളരെ സന്തോഷത്തോടെ ഒരാണ്ട് എൻ്റെ അപ്പൻ മരിച്ചു, അല്ലെങ്കിൽ എൻ്റെ അമ്മ മരിച്ചു, അല്ലെങ്കിൽ എന്നെ ഇന്നാര് മരിച്ചു, അതുകൊണ്ട് ആ മരണത്തിന്റെ ഓർമ്മയ്ക്കായി കുഴിക്കരയിൽ പ്രാർത്ഥിക്കുന്നു, മെഴുകുതിരി കത്തിക്കുന്നു. ഈ പരിപാടികളെല്ലാം ചെയ്യുമ്പോൾ ചെയ്യുന്നവനൊരു ആശ്വാസമാണ്. അതിന്റെ അർത്ഥം എന്താ? മരിച്ചുപോയ ആള് അവസാനിച്ചു പോയില്ല എന്നതിൻ്റെ കൂടി ഒരർത്ഥത്തിലാണ് അത് ചെയ്യുന്നത്. ഇനി ഹൈന്ദവ സഹോദരങ്ങളുടെ വിശ്വാസം നിങ്ങൾ എടുത്തു നോക്കൂ. അവർ ആണ്ടുതോറും ബലിയർപ്പണം നടത്തുന്നു. എന്തിനാണ് ബലിയർപ്പണം നടത്തുന്നത്? അവർ പറയുന്നത് മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് വേണ്ടി അത് ചെയ്യുന്നു. ധാരാളം ഹൈന്ദവ സഹോദരങ്ങളുമായി എനിക്ക് ബന്ധമുണ്ട്. എന്നോടൊപ്പം സ്കൂൾ കാലം മുതൽ പഠിച്ച ഹൈന്ദവരായ RSS BJPയിൽ ഇന്ന് പ്രവർത്തിക്കുന്ന ധാരാളം സ്നേഹിതന്മാർ, സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ ഒരു സ്നേഹിതനോട് ചോദിച്ചു, എവിടെ പോയിട്ട് വരികയാണ്? ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു വരുമ്പം നെടുമങ്ങാട് നിൽക്കുന്നു. അദ്ദേഹം എൻ്റെ വണ്ടിയിൽ കയറി, ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ നാട്ടിലേക്ക് പോകുകയാണ്. പോയി അദ്ദേഹം ആനാടെന്ന് പറയുന്ന സ്ഥലത്ത് നിർത്തി. അവിടെ നിർത്തുമ്പോഴാണ് എന്നോട് പറഞ്ഞിടാ, ബാ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാം, ഒത്തിരി കാലമായില്ലേ കണ്ടിട്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ഒരു പെട്ടിക്കടയിൽ കയറി, ഒരു ചെറിയൊരു തട്ടുകടയിൽ കയറി 2 ചായ ഓർഡർ ചെയ്തു. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, നീ എവിടെ പോയിട്ട് വരിക? അപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ ബലിയർപ്പണത്തിന് പോയിട്ട് വരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാണ് ബലിയർപ്പണം ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടി എന്നെന്താണ് തെളിവ്? അദ്ദേഹം പറഞ്ഞത്, ആണ്ടിലൊരിക്കൽ എൻ്റെ അപ്പനെ ഒത്തിരി എനിക്ക് സ്നേഹിക്കാൻ പറ്റിയില്ല. എനിക്കൊരു സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടായപ്പോൾ 24 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അപ്പൻ മരിച്ചുപോയി. പക്ഷേ ആണ്ടുതോറും എൻ്റെ അപ്പൻ്റെ പേരിൽ ഒരു ബലിയർപ്പണം നടത്തുമ്പോൾ എനിക്കെന്തോ എൻ്റെ അപ്പന് വേണ്ടി ചെയ്തതുപോലെ ഒരു സന്തോഷം എനിക്കുണ്ട് എന്ന് തന്നെയുമല്ല അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മോക്ഷത്തിന് വേണ്ടി ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താണ് പ്രിയരെ? മരിച്ച് 6 അടി മണ്ണിനകത്തോ ഒരു തീ ജ്വാലയ്ക്കകത്തോ ദഹിച്ചടങ്ങിയാൽ അവിടം കൊണ്ട് തീരത്തില്ലെന്നും അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റെന്തോ ഉണ്ട് എന്ന വിശ്വാസമല്ലേ മരണാനന്തര ക്രിയകളും കർമ്മങ്ങളും ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നാടിനോട് ഞാൻ വിളിച്ചു പറയുന്നു, ഒരു 50, 60, 70 വയസ്സിനകത്ത് മരണപ്പെട്ടു പോയാൽ അതോടുകൂടി തീർന്നു എന്ന് ചിന്തിക്കുന്ന മാന്യ സ്നേഹിതരാരെങ്കിലും ഇന്ന് രാത്രി ആലഞ്ചോല പ്രദേശത്തുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, കേവലം 6 അടി മണ്ണുകൊണ്ട് ഒതുങ്ങിപ്പോകയില്ല, അതിൻ്റെ അപ്പുറത്തൊരു കണക്ക് പറച്ചിലുണ്ട് എന്ന് രാത്രി നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അപ്പം മരണമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് 4 പേരുടെ ചുമലിൽ ചുടുകാടിലേക്ക് എടുക്കപ്പെടുന്ന, ശവപ്പറമ്പിലേക്ക് എടുക്കപ്പെടുന്ന ഒരു മൃതശരീരത്തിൻ്റെ ഭാവിയെക്കുറിച്ചാണ് സ്വാഭാവികമായി മനുഷ്യൻ കാണുക.
പക്ഷേ ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഒന്നുകൂടി അത് പറയട്ടെ. ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുമ്പോൾ മരണത്തെക്കുറിച്ച് ഗഹനമായി ചിന്തിക്കണം. ഈ ലോകത്തിൽ ഇന്ന് രാത്രി ഞാനിവിടെ ഈ മയക്കം പിടിച്ച് നിൽക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യമാണ്. ജനിച്ചപ്പോൾ തന്നെ ഒരു മുന്നറിയിപ്പുമില്ലാതെ മരണത്തിന്റെ ചീട്ടും എൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷകന്മാർ, ഇവിടുത്തെ പാട്ടുകാര്, ഇവിടെ ഇരിക്കുന്ന കേൾവിക്കാർ മുഴുവനും, ഈ ആലഞ്ചോല പ്രദേശത്തുള്ള മാന്യ ശ്രോതാവേ, സഹോദര സഹോദരി, ജാതി മത വ്യത്യാസമില്ലാതെ സകലരും അറിയണം, ഈ ഭൂമിയിൽ നെഞ്ചും വിരിച്ച് ആരോഗ്യവനായി ദൃഢപ്രതിജ്ഞ എടുത്തൊക്കെ നടക്കുമ്പോൾ മരണത്തിന്റെ ചീട്ടും പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് ഞാനും നിങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് ഈ കഴിഞ്ഞ കാലത്ത് 2021 ലോകാരോഗ്യ സംഘടന മനുഷ്യന്റെ ആയുസിന്റെ പരിമിതിയെക്കുറിച്ച് ഒരു പ്രസ്താവന ഇറക്കി. അതിങ്ങനെയാണ്, UN വഴി ആ ലോകാരോഗ്യ സംഘടന പുറത്തു കൊണ്ടുവന്ന കണക്കനുസരിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ 70, 80, 90 വയസ്സ് വരെ മനുഷ്യൻ ജീവിച്ചു. ഇപ്പോൾ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം മനുഷ്യന്റെ ആയുസ് 46ലേക്ക് പരിമിതപ്പെട്ടിരിക്കുന്നു. 40-ന് മുകളിൽ ഏത് സമയത്തും മനുഷ്യൻ മരിച്ചു പോകാം. അതിനപ്പുറത്തോട്ട് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ അത് ബോണസായി മാത്രം കരുതിയാൽ മതി. ഇതാണ് മനുഷ്യന്റെ ആയുസിന്റെ പരിമിതിയെക്കുറിച്ച് ബൈബിൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ശവസംസ്കാരം നടത്തുമ്പോൾ ആ മൃതശരീരത്തെ കുഴിയിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞങ്ങൾ പറയും. ഇതാകുന്നു മനുഷ്യന്റെ അവസ്ഥയെങ്കിൽ ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു ഒരു മനുഷ്യന്റെ അവസ്ഥയെങ്കിൽ സൗന്ദര്യമുള്ളവൻ അവന്റെ സൗന്ദര്യത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു ഒരു മനുഷ്യന്റെ അവസ്ഥയെങ്കിൽ അവന്റെ ധനത്തിലോ അവന്റെ പ്രതാപത്തിലോ അവന്റെ വിദ്യാഭ്യാസത്തിലോ പ്രശംസിക്കുന്നത് എന്തിന്? പ്രശംസിക്കുന്നവൻ അവന്റെ സൃഷ്ടാവായ ദൈവത്തിൽ പ്രശംസിക്കട്ടെ. ഇന്ന് രാത്രി പ്രശംസിക്കാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല എന്ന യാഥാർത്ഥ്യമാണ് ഒരു മനുഷ്യനോട് ദൈവം പ്രഖ്യാപിക്കുന്ന പ്രസ്താവന. ഈ ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചാലും, എത്ര ഏക്കറുകൾ സമ്പാദിച്ചാലും, എത്ര കിലോ കണക്കിന് സ്വർണം നിന്റെ വീട്ടിനകത്തും ബാങ്ക് ലോക്കറിലും നീ കൊണ്ടുപോയി വെച്ചാലും, ഇന്ന് രാത്രി യാഥാർത്ഥ്യം അറിയൂ. ഈ ഭൂമിയിൽ നിന്ന് നിന്റെ ശരീരത്തിൽ നിന്ന് പ്രാണൻ വിടുന്ന നിമിഷം ഒരു തരി മണ്ണ് പോലും ഈ നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയാത്ത കഥാഭാഗ്യനാണ് മനുഷ്യനെന്നറിയാതെ മനുഷ്യൻ പണസമ്പാദനത്തിനായി പദവിക്കും പ്രശസ്തിക്കും വേണ്ടി പരക്കം പായുമ്പോൾ, ദൈവത്തോട് വെല്ലുവിളിക്കുമ്പോൾ ഓർക്കണം, നീ നേടിയതൊന്നും ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകാൻ സാധ്യമല്ല. എൻ്റെ ഭാര്യ വീടിനടുത്താണ് അമ്പൂരി. അതിൻ്റെ തൊട്ടടുത്ത സ്ഥലമാണ് പൂച്ചമുക്ക്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ചില വർഷങ്ങൾക്ക് മുമ്പ്, 10-23 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സായാഹ്നത്തിൽ നാടിനെ വിറപ്പിച്ച ഒരു പ്രകൃതിക്ഷോഭമുണ്ടായി, ഒരു ഉരുൾപൊട്ടലുണ്ടായി. ഏതാണ്ട് 36-37ഓളം പേര് മരണപ്പെട്ടുപോയ സംഭവമുണ്ടായി. അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ 2-3 ദിവസമെടുത്തു ബോഡികളെല്ലാം തിരഞ്ഞു കിട്ടാൻ. ആ ബോഡികളെല്ലാം കൊണ്ടുപോയി അമ്പൂരിയിൽ ഗുഡ് സമരിയാൻ ഹോസ്പിറ്റലിൻ്റെ ആ നടയിൽ ആ ഇറയത്തിങ്ങനെ അടുക്കടുക്കടുക്കായി ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിനെ പോസ്റ്റ്മോർട്ടത്തിന് ബോഡി കൊണ്ടുപോകുന്നതിന് മുമ്പ് അവർ പറഞ്ഞു, അവരുടെ സ്ത്രീകളുടെ ശരീരങ്ങൾ പരിശോധിച്ച് അവരുടെ കഴുത്തിലോ കാതിലോ അവരുടെ എന്തെങ്കിലും സ്വർണമുണ്ടെങ്കിൽ ആഭരണമുണ്ടെങ്കിൽ ഒന്നെടുക്കണം. പക്ഷെ എടുക്കാൻ ആ കുടുംബത്തിൽ ബന്ധുക്കളായി പറയാൻ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ നിങ്ങളിൽ പലരും പത്രമാധ്യമങ്ങളിൽ കണ്ടു കാണും. ഒരു കണ്ണുനീരോടെ വേച്ചും വിറച്ചും ഒരു കന്യാസ്ത്രീ വന്ന് വളരെ വേദനയോടെ സങ്കടത്തോടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് ഓരോ ശരീരത്തിലുമുള്ള ആഭരണങ്ങൾ പോലീസ് സമക്ഷത്തിൽ വെച്ച് അവരെടുത്ത് മാറ്റുന്നത് ഞാൻ കണ്ടു. ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടി പറയുന്നു, നമ്മൾ എത്ര മോഹിച്ചാലും ഇവിടെ നിന്ന് ഒരു പൊന്നോ ഒരു നാണയത്തുട്ടോ ഇവിടെ നിന്ന് ഒരു തരി മണ്ണോ ഒരു സാധനം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധ്യമല്ല. ഒരു ദിവസം വന്നതുപോലെ വെറുങ്കയോടെ പോകേണ്ടി വരും. ആകയാൽ ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കരുത്, സൗന്ദര്യമുള്ളവൻ അവന്റെ സൗന്ദര്യത്തിൽ പ്രശംസിക്കരുത്. രാഷ്ട്രീയക്കാരൻ വിജയിച്ചതിന്റെ പേരിൽ ആഘോഷം നടത്തുമ്പോഴും ദൈവത്തെ മറന്നു പോകരുത്. കാരണമെന്ത്? മരണമെന്ന യാഥാർത്ഥ്യം നിന്റെ തൊട്ടരികിൽ അല്ല, നിന്നിൽ തന്നെ ഇന്ന് രാത്രി അന്തർലീനമായി കിടക്കുകയാണ്. അതിന് രോഗം വരണമെന്നില്ല, അതിന് വണ്ടി ആക്സിഡന്റ് വരണമെന്നില്ല. ഒരു രാത്രി കിടന്നുറങ്ങിയാൽ പിറ്റേ ദിവസം ഉണരുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്ത ആ മരണവും കൊണ്ട് നടക്കുന്ന മനുഷ്യ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ന്യായവും നീതിയും നീ അറിയാതെ പോകരുത് എന്ന് രാത്രി ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കൂ. എല്ലാരും പോകണം, എല്ലാരും പോകണം. ഈ മണ്ണാകും മായ വിട്ട് വെറും മണ്ണാകും, വെറും മണ്ണാകും മായ വിട്ട്. നാം ഇങ്ങു ചിന്തിക്കിൽ നാശ പൂരിയുടെ തീയാണ് കാണുന്നത്, കൊടും തീയാണ് കാണുന്നത്.
നാം ഇങ്ങു ചിന്തിക്കിൽ നാശപുരിയുടെ തീയാണ് കാണുന്നത്, കൊടും തീയാണ് കാണുന്നത്. എല്ലാരും പോകണം, എല്ലാരും പോകണം, ഈ മണ്ണാകും മായ വിട്ട്. വെറും മണ്ണാകും, വെറും മണ്ണാകും മായ വിട്ട്. നാം ഇങ്ങു ചിന്തിക്കിൽ നാശപുരിയുടെ തീയാണ് കാണുന്നത്, കൊടും തീയാണ് കാണുന്നത്. നാം ഇങ്ങു ചിന്തിക്കിൽ നാശപുരിയുടെ തീയാണ് കാണുന്നത്, കൊടും തീയാണ് കാണുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി മരണത്തെക്കുറിച്ചൊരു ചിന്തയുണ്ടാകണം, മരണത്തെക്കുറിച്ചൊരു ബോധമുണ്ടാകണം. ഇന്ന് രാത്രി അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. അപ്പം മരണത്തെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ നിന്ന് പ്രാണൻ വിട്ടുപോയി ഈ ശരീരം ഡെഡ് ബോഡിയായി പെട്ടിക്കകത്ത് കൊണ്ടുപോകുന്ന ആ രംഗത്തെയാണ് മരണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് ദൈവം പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനം, അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവനാകുന്ന രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ ബൈബിൾ പറയുന്നു. അതിൽ ഒന്നാണ് ഞാൻ പറഞ്ഞത്, തെസ്സലോനിക്ക ലേഖനത്തിൽ തീമോഥെയോസിന്റെ ലേഖനം 5:5-6 വാക്യങ്ങളിൽ പറയുന്നത്, കാമുകി ആയവളോ അവൾ ജീവിച്ചിരിക്കൽ തന്നെ അവൾ മരിച്ചവളാകുന്നു, ചത്തവളാകുന്നു. ആരാണ് കാമുകി? ആരാണ് കാമുകൻ? ഒരു ഭാഗത്ത് കാമുകി എന്ന് പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് ഒരു കാമുകനും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടും കൂടി ചേർത്ത് ഞാൻ പറയുന്നു, ജീവിച്ചിരിക്കൽ തന്നെ കാമുകി, കാമുകന്മാർ ജീവിച്ചിരിക്കൽ തന്നെ മരിച്ചവരാകുന്നു. ഇന്ന് ഈ ലോകം നേരിടുന്ന രണ്ട് പ്രധാനപ്പെട്ട ഭീഷണികളുണ്ട്, 3 ഭീഷണികളുണ്ട്. ഇന്ന് ഈ ലോകം നേരിടുന്ന, താകമാനം നേരിടുന്ന, പ്രത്യേകിച്ച് ഭാരതത്തിലും നേരിട്ടുകൊണ്ടിരിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രേമം, അതും സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ. രണ്ടാമത്തത് ലഹരിയെ സംബന്ധിച്ചു. നേരത്തെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ അവരുടെ അറിവിൽപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞതുപോലെ ലഹരി എന്ന് പറയുന്ന ഒരു സംവിധാനം. 3, മത രാഷ്ട്രീയപരമായി ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേർതിരിവുകൾ. അങ്ങനെ 3 വിധത്തിലുള്ള ഭയാനകമായ, ഭീതിജനകമായ സംഭവങ്ങളാണ് ഭൂമിയിലുള്ളത്. അതിൽ ഒന്നാണ് നമ്മൾ ധാരാളം വായിച്ചു കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരു തീവ്രവാദം തന്നെ, പ്രേമത്തെ സംബന്ധിച്ച് ഒരു തീവ്രവാദം തന്നെ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവര് മറ്റു മതങ്ങളിൽപ്പെട്ട പെൺകുട്ടികളെ പ്രേമിച്ച് അവരെ വശത്താക്കി, അവരെ ഭാര്യയാക്കി, അവരെ സിറിയയിലേക്കും അതുപോലെ തന്നെ തീവ്രവാദ മേഖലകളിലേക്കും കൊണ്ടുപോകുന്നു എന്നതിനെക്കുറിച്ച് ഒരുപക്ഷെ ഭാരതത്തിൽ ധാരാളം പെൺകുട്ടികൾ കാണാതെ പോയതിന് ഈ കഴിഞ്ഞ ദിവസത്തിൽ തന്നെ ഒരു വർഷത്തിനിടയിൽ ഏതാണ്ട് 3700-ലധികം പെൺകുട്ടികളെ കാണാതായി. അതിൽ മരിച്ചതോ അല്ലെങ്കിൽ തിരിച്ചു വന്നതോ ആയിട്ടുള്ളത് കേവലം 385 മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് ജീവിച്ചോ ചത്തോ അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഈ അടുത്ത കാലങ്ങളിൽ സിറിയയിൽ മരണപ്പെട്ടതിൽ ചിലത് കേരളത്തിലെ മലയാളി പെൺകുട്ടികളും ഉണ്ടായിരുന്നു എന്ന വാർത്ത എന്നെപ്പോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇത് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കൂ, വളരെ 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 ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ഭാഗത്ത് അത്തരത്തിലൊരു തീവ്രവാദം നടക്കുന്നു. അതുപോലെ തന്നെ ഈ ലോകത്തിൽ ചീറ്റിങ്ങും ചതിയും വഞ്ചനകളും ധാരാളം നടക്കുമ്പോൾ തന്നെ അതിൻ്റെ പേരിൽ മനുഷ്യനെ കൊലവിളിക്കുന്ന ധാരാളം സംഭവങ്ങൾ നമ്മുടെ ഭൂമിയിൽ നടക്കുകയാണ്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, വേദപുസ്തകം പറയുന്നു, ഒരു പുരുഷന് ഒരു സ്ത്രീയും, ഒരു സ്ത്രീക്ക് ഒരു പുരുഷനും. അതാണ് ദൈവം മനുഷ്യ ജീവിതത്തിൽ അവൻ്റെ തുണയായി ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥിതി. അതിനപ്പുറത്തോട്ട് ഏത് മനുഷ്യൻ, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ഏത് മനുഷ്യൻ കടന്നു പോകുന്നുവോ അവന് ബൈബിൾ വിളിക്കുന്ന പേര് വ്യഭിചാരി എന്നാണ്. അവന് ബൈബിൾ പറയുന്ന ഭാഗമാണ്, അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ മരിച്ചവനാകുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു ഭർത്താവ് വീട്ടിലിരിക്കുന്നു. ആ മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് പാടത്തും പറമ്പിലും പണിയെടുക്കാൻ വേണ്ടി പോകുന്നു. പാറമടയിലും അവിടെ ഇവിടെ ഒക്കെ ജീവൻ പണയം വെച്ച് പണിയെടുത്ത് വൈകുന്നേരം പിന്നെ പക്കവടയൊക്കെ മേടിച്ച് ഭാര്യയ്ക്കും മക്കളെയും വലിയ പ്രതീക്ഷയോടെ കടയിൽ കയറി ഒരു ചായ പോലും കുടിക്കാതെ കുടുംബത്തെ പൊന്നുപോലെ നോക്കുന്ന ധാരാളം ഭർത്താക്കന്മാർ നാട്ടിലുണ്ട്. അങ്ങനെ ഒരു ഭർത്താവ് ജീവിച്ചിരിക്കെ അന്യ പുരുഷനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധം സ്ഥാപിച്ചാൽ ബൈബിൾ പറയുന്നു
പറയുന്നു, ആ സ്ത്രീ ജീവിച്ചിരിക്കെ തന്നെ അവൾ ചത്തവളാകുന്നു. ഒരുപക്ഷെ നീ സുന്ദരിയായിരിക്കാം, ഒരുപക്ഷെ നിനക്ക് ഒത്തിരി വലിയ മിടുക്കിയും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകാം. പക്ഷെ ബൈബിൾ പറയുന്നത് എത്ര സുന്ദരിയായിട്ടിരുന്നാലും എത്ര മിടുക്കിയായിട്ടിരുന്നാലും ബൈബിൾ പറയുന്നു, സ്വന്തം ഭർത്താവിനെ ചതിച്ച് അടുത്ത പുരുഷനുമായി അവിഹിത ബന്ധം നടത്തുന്ന ഏതൊരു സ്ത്രീയും അവൾ ജീവിച്ചിരിക്കെ തന്നെ അവൾ ചത്തവളാകുന്നു. ഇനി പുരുഷനെ സംബന്ധിച്ച് സ്വന്തം മക്കളെ പ്രസവിച്ച് 3 നേരം ഭക്ഷണം ഉണ്ടാക്കി അവന്റെ വസ്ത്രങ്ങൾ അലക്കി ആ ഭർത്താവ് ഇപ്പൊ വന്നിട്ട് കഴിക്കാം എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുമ്പം കണ്ടവളുമാരുമായി കറങ്ങി ആമേ വരുന്ന ഒരു ഭർത്താവിനെ സംബന്ധിച്ച് ബൈബിൾ പറയുന്നു അത് അനാശാസ്യമാണ്, അത് പാപമാണ്. ആ വ്യക്തി ജീവിച്ചിരിക്കെ തന്നെ അവൾ ചത്തവനാകുന്നു. ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്ന ഈ ഗ്രൗണ്ടിലോ ഈ പ്രദേശത്തോ ഉള്ളവരിൽ ആരെങ്കിലും അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ രഹസ്യമായി ഏതെങ്കിലും തരത്തിൽ ജീവിത നിലവാരം നയിക്കുന്നവരുണ്ടെങ്കിൽ നിന്നോട് ഇന്ന് രാത്രി ആത്മാവ് നിന്റെ ചങ്കിന് നേരെ വിരൽ ചൂണ്ടി പറയുന്നു, നീ ജീവിച്ചിരിക്കെ തന്നെ നീ ചത്തവളാകുന്നു. നോക്കൂ, രണ്ടാമത്, ഒന്ന് കാമുകിയായവളോ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവളാകുന്നു. രണ്ടാമത് ബൈബിൾ പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിന് 24-ാമത്തെ വാക്യമാണ്. ആ ഭാഗം ഒന്ന് നിങ്ങൾ വായിച്ചു കേൾപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് വായിക്കാമോ ദൈവത്തിന്റെ ദാസനെ? ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിന് 24-ാമത്തെ വാക്യം. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. മതി. ഒരു മകനെ കുറിച്ച് ഒരു അപ്പൻ പറയുന്ന സാക്ഷ്യമാണ്. ആദ്യം വായിച്ച ദൈവത്തിന്റെ ദാസൻ അതിന്റെ കാരണങ്ങൾ, അതിന്റെ മുൻകൂട്ടി അതിന്റെ തൊട്ടു മുമ്പിലുള്ള ചില ഭാഗങ്ങളാണ് അദ്ദേഹം വായിച്ചു കേൾപ്പിച്ചത്. നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താണ് ഇതിന്റെ ചരിത്ര സംഭവം എന്നാണ്. എല്ലാവരും വളരെ പ്രാർത്ഥനയോടിരിക്കണേ. ഞാനൊന്നും സ്തോത്രാവധിയും പറയുന്നില്ല, നിങ്ങളെ കൊണ്ട് പറയിക്കാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ സ്തോത്രമൊന്നും പറയാതിരിക്കരുത്. ചിരിച്ചുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ, ഒന്നുകൂടി ചിരിച്ചുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞേ. ആ കരങ്ങളൊന്ന് തട്ടി കർത്താവിനെ സ്തുതിച്ചേ സന്തോഷത്തോടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന ഒരു പുസ്തകം വായിക്കുന്നത് പോലെ എൻ്റെ ഈ ഒരു ചിന്ത നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ സ്തോത്രം ഹല്ലേലൂയൊക്കെ ഒരു അല്പം ഒന്ന് കുറച്ച് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറയാണ്ടിരിക്കരുത്, നിങ്ങൾ ശ്രദ്ധിക്കുന്നെന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങൾ സന്തോഷത്തോടെ പ്രാർത്ഥനയോടിരിക്കണം. നോക്കൂ, എന്താണ് ഇതിന്റെ സംഭവം? എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ യേശു ഒരു ഉപമ പറയുകയാണ്. ആ ഉപമയിൽ ഇങ്ങനെയാണ്: ഒരു മനുഷ്യന്, ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയവൻ ഒരു ദിവസം തൻ്റെ അപ്പനോട് വന്ന് പറയുകയാണ്, അപ്പാ, എനിക്ക് ഈ കുടുംബത്തിന്റെ ഷെയറിൽ എനിക്ക് കിട്ടേണ്ട വിഹിതം എനിക്ക് തരണം എന്ന് ആവശ്യപ്പെട്ടു. വാസ്തവത്തിൽ അദ്ദേഹം നല്ലൊരു അപ്പനായിരുന്നത് കൊണ്ട് അവൻ ചോദിച്ച ഉടനെ അവന്റെ വിഹിതം കൊടുത്തു. വാസ്തവത്തിൽ സാധാരണക്കാരനായ ഒരു അപ്പനായിരുന്നെങ്കിൽ ഏത് സ്വത്ത് ഏത് പണം ഓറ എന്ന് പറഞ്ഞേനെ. പക്ഷെ ഇയാൾ ചോദിച്ചപ്പോൾ തന്നെ, ഈ മകൻ ചോദിച്ചപ്പോൾ തന്നെ അപ്പൻ അവന് കൊടുക്കേണ്ട ആനുകൂല്യം, അവന്റെ കുടുംബ ഷെയർ അവന് കൊടുത്തു. കൊടുത്ത ആ വസ്തുക്കളെല്ലാം അവൻ വിറ്റെന്ന് മാത്രമല്ല, വിറ്റിട്ട് ഇപ്പോൾ ഒരിടത്ത് വിറ്റു, വേറൊരിടത്ത് വാങ്ങിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ അവൻ വിറ്റിട്ട് അവിടെ നിന്ന് അവൻ ദൂരദേശത്തേക്ക് പോയി. എന്ന് പറഞ്ഞാൽ അപ്പൻ കാണാൻ പാടില്ല, അപ്പൻ അറിയാൻ പാടില്ല. അതുകൊണ്ട് ഇതെല്ലാം വിറ്റുപറക്കി കിട്ടിയ പണം കൊണ്ട് അവൻ വളരെ വിദൂരതകളിലേക്ക്, ദൂരസ്ഥലത്തേക്ക് അവൻ പോയി. അവിടെ ചെന്ന് ബൈബിൾ പറയുന്നു, അവന്റെ ജ്യേഷ്ഠൻ, നേരത്തെ ആദ്യം ദൈവത്തിന്റെ ദാസൻ വായിച്ച ആ ഭാഗത്ത് അവന്റെ മൂത്ത ജ്യേഷ്ഠൻ പറയുന്നൊരു വാക്കുണ്ട്. ആ ജ്യേഷ്ഠൻ പറയാണ്, അവൻ വ്യഭിചരിച്ചും അവൻ മദ്യപിച്ചും അവന്റെ സ്വത്തുക്കളെല്ലാം തീർത്തിട്ട് വന്നപ്പോ അപ്പൻ അവന് വേണ്ടി ഇത്രയും വലിയ വിരുന്നൊരുക്കി. പക്ഷെ ഞാനിവിടെ അപ്പന് വേണ്ടി ഇതെല്ലാം സഹിച്ചിട്ടും എനിക്ക് മാത്രം ഇങ്ങനൊരു വിരുന്ന് കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ സ്വന്തം സഹോദരൻ പറയാണ്, തൻ്റെ അനുജൻ വ്യഭിചാരം ചെയ്തും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചും അപ്പൻ കൊടുത്ത പണം മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു എന്ന് സ്വന്തം സഹോദരൻ സാക്ഷ്യം പറയുന്നു. അപ്പൊ ഈ പരിപാടി നടക്കണമെങ്കിൽ അപ്പനും കാണാൻ പാടില്ല, അണ്ണനും കാണാൻ പാടില്ല. അതുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവൻ തോന്നിയതുപോലൊക്കെ ജീവിച്ചു. കുറെ കാലം ലഹരി ഉപയോഗിക്കാം. പ്രിയ സഹോദരങ്ങളെ, RCCയുടെ നടയിലേക്ക് നിങ്ങളൊന്ന് ചെന്ന് നോക്കണം. അപ്പന്റെ ലഹരി കൊണ്ട് 3 വയസ്സായ കുട്ടിയുടെ ക്യാൻസർ നിങ്ങൾക്ക് കാണാം. അപ്പന്റെ ലഹരി ഉപയോഗത്തിന്റെ അതിപ്രസരിപ്പ് കൊണ്ട് 5 വയസ്സുകാരന്റെ അവന്റെ കഴുത്തിന് ക്യാൻസർ വന്ന് നിങ്ങൾക്ക് കാണാം. സ്വന്തം അപ്പന്റെ ലഹരി ഉപയോഗം കൊണ്ട് സ്വന്തം
സ്വന്തം മക്കൾ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്ക് കാണാം. RCCയുടെ നടയിൽ ഈ ലോകത്തിൽ വേറെ എവിടെ നിങ്ങൾ പോകുന്നതിനേക്കാളും കഴിയുമെങ്കിൽ ഒന്ന് പോയി വല്ലപ്പോഴും ഒരു അഹങ്കാരം തോന്നുമ്പോൾ RCCയുടെയോ മെഡിക്കൽ കോളേജിന്റെ 16ാമത്തെ വാർഡിനെടുക്കലോ ഒന്ന് പോയി എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഈ കേൾവിക്കാരൊന്ന് പോയി നിൽക്കണം. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അറിയാം, മനുഷ്യന്റെ അവയവങ്ങൾ മുറിച്ചു മാറ്റി ശരീരത്തിൽ അവന്റെ തൊണ്ടയ്ക്കകത്തൂടി അവന്റെ കഴുത്തിനകത്തുകൂടി ഒരു ഓസിട്ട് നല്ല ആഹാരം കഴിക്കാൻ കൈയും വായും പല്ലും ദൈവം തന്നിരിക്കെ അകാലത്തിൽ പല്ല് കൊഴിഞ്ഞു പോയി, അകാലത്തിൽ ലിവർ സിറോസിസ് വന്ന്, അകാലത്തിൽ ഉള്ള രോഗങ്ങൾ മുഴുവനും വന്ന് അവസാനം ക്യാൻസറിന്റെ അവസാനത്തെ സ്റ്റേജിൽ ഒന്ന് മരിക്കാൻ പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഒത്തിരി പേരെ കാണാം. എൻ്റെ വൈഫ് ഇവിടെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ ഒരാള് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ചോദിച്ചു, അപ്പൊ അവരെന്നോട് പറഞ്ഞത് ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, എനിക്ക് മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്കിനി വേദന സഹിക്കാൻ വയ്യ എന്ന് പറയുന്നു. പ്രിയരെ, എത്ര ഭയാനകമായ രംഗം, എത്ര വേദനാജനകമായ ഒരു അവസ്ഥ. ഒരു തുള്ളിച്ചാടി നല്ല പ്രായത്തിൽ നടക്കുമ്പോൾ ദൈവത്തെയും മറന്നു സുവിശേഷത്തെയും തെറിവിളിച്ച് നടക്കുമ്പോൾ ഓർക്കണം, ആപത്തും അനർത്ഥങ്ങളും ജീവിതത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ ലഹരി ഉപയോഗം. ഇനി ഇന്നത്തെ സ്കൂളിലേക്ക് നിങ്ങൾ ചെല്ലൂ, കലാലയങ്ങളിലേക്ക് ചെല്ല്. ഇന്ന് സ്കൂളിൽ പോകുന്ന പിള്ളേരുടെ കയ്യിൽ അവരെ ഫുഡ് എടുത്തില്ലെങ്കിലും, അവർ കുടിക്കാൻ വെള്ളമെടുത്തില്ലെങ്കിലും, എന്തിനേറെ പറയുന്നു, എഴുതാൻ പേനയും ബുക്കും എടുത്തില്ലെങ്കിലും അവിടെ അവന്റെ കയ്യിൽ കൂളും, അവന്റെ കയ്യിൽ എന്താ പറയുക, സിഗരറ്റും. ഈ സിഗരറ്റൊക്കെ ഇപ്പം അവർക്ക് എന്താണ് വളരെ അഭംഗിയാണ്. അതിനേക്കാൾ മിടുക്കായിട്ടുള്ള MDMഉം കഞ്ചാവും കൊണ്ട് നടക്കുന്ന സ്കൂൾ കലാലയങ്ങളെ നിങ്ങൾക്ക് കാണാം. ഇന്ന് രാത്രി ഭയത്തോടെ ഞാനോട് വിളിച്ചു പറയുന്നു, സർവത്തിന്റെ നാശത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് രാത്രി മനുഷ്യ, ഒരു ദിവസം നിന്റെ എല്ലാ ഷേപ്പും മാറും, നിന്റെ ആരോഗ്യം പോകും, നീ രോഗിയാകും, നിന്റെ സമ്പത്ത് തീരും. മദ്യപിക്കുന്നവരെ, ലഹരി ഉപയോഗങ്ങളിൽ അടിമകളായ നാട്ടുകാരായ സഹോദരി സഹോദരന്മാരെ, എൻ്റെ അസ്ഥിക്ക് അസ്ഥി മാംസത്തിന് മാംസമായ നാട്ടിലെ പ്രിയ സ്നേഹിതരെ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നത്തെ ആരോഗ്യം തീരും. ഇന്നത്തെ താൽക്കാലിക സുഖത്തിനും സന്തോഷത്തിനും നീ ഉപയോഗിക്കുന്ന ലഹരി നിനക്കെതിരെ സർപ്പം പോലെ തിരിഞ്ഞുകൊത്തുന്ന ഒരു കാലം വരുമെന്ന് ഈ രാത്രി നീ അറിഞ്ഞോണം. ബൈബിൾ പറയുന്നു, സർപ്പം മനുഷ്യൻ കുടിക്കുന്നു, മദ്യം ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്നു, ലഹരി ഒരുത്തൻ ഉപയോഗിക്കുന്നു, അത് സർപ്പം പോലെ അവനെ കൊത്തുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അത് ക്യാൻസറായി, അത് ലിവർ സിറോസിസ് ആയി, അത് കൊളസ്ട്രോൾ ആയി, അത് കിഡ്നി വീക്കമായി, അത് ഹാർട്ട് വീക്കമായി. അങ്ങനെ ഒരു ദിവസം അത് സർപ്പത്തെ പോലെ നിന്നെ തിരിഞ്ഞുകൊത്തും. അതുകൊണ്ട് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നാളത്തേക്കല്ല, ഇന്ന് രാത്രി നിന്റെ സകല വൃത്തികെട്ട സ്വഭാവങ്ങളും ദൈവത്തിന് നിരക്കാത്ത എല്ലാ പാപ സ്വഭാവങ്ങളോട് വിട പറഞ്ഞ് യേശുവിന്റെ അടുക്കിലേക്ക് വരാൻ ഈ നാടിനെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണമെന്ത്? മരണം നിന്റെ അടുക്കൽ നിൽക്കുന്നു, ആപത്ത് നിന്റെ അടുക്കൽ നിൽക്കുന്നു. എല്ലാ സൗകര്യമായും എല്ലാ സുഖമായും നിനക്ക് തോന്നും, പക്ഷെ അതിന്റെ അവസാനം മരണവഴികളെന്ന് സദൃശവാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. നോക്കൂ, അവൻ ലഹരി ഉപയോഗിച്ചു, അവൻ തോന്നിയതുപോലെ ജീവിച്ചു, അവന്റെ സ്വത്തും പണവും എല്ലാം തീർന്ന് അവസാനം ആ നാട്ടിലെ വലിയ ജന്മിയുടെ മകനായ ഈ പയ്യൻ അവസാനം മറ്റൊരു യജമാനന്റെ വീട്ടിൽ പന്നിയെ മേയ്ക്കുന്ന തൊഴിലിലേക്ക് എത്തപ്പെട്ടു. പന്നിയെ മേയ്ക്കുന്ന തൊഴിലേക്ക് എത്തിപ്പെട്ടു. അവിടെ ശമ്പളമില്ല. അവരാകെ കൂടെ ഉള്ള ശമ്പളം എന്ന് പറയുന്നത് പന്നിക്ക് 3 നേരം കൊടുക്കുമ്പോൾ 1 നേരം അവനും കൂടി കഴിക്കാം. പക്ഷേ പിൻകാലത്ത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ലൂക്കോസ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, വാളവര കൊണ്ടെങ്കിലും ഉപജീവനം കഴിക്കാൻ, വയറ് നിറയ്ക്കാൻ അവൻ നോക്കി. ഒടുവിൽ വാളവരയും കിട്ടാതെയായി, പണം തീർന്നു, അവന്റെ എല്ലാ മനസമാധാനം പോയി, അവന്റെ സുഹൃത്ത് ബന്ധങ്ങളെല്ലാം പോയി. അവസാനം പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും മുമ്പിലിരുന്നു കൊണ്ട് അവൻ ചിന്തിക്കുന്നു, എനിക്കൊരപ്പനുണ്ട്, അപ്പൻ ധനവാനായ ഒരു മനുഷ്യനാണ്, അപ്പന്റെ വീട്ടിൽ ധാരാളം ജോലിക്കാരുണ്ട്, അവർ 3 നേരം മൃഷ്ടാന്തം തിന്ന് ഭക്ഷണം മിച്ചം പിടിക്കുമ്പോൾ ഞാനിതേ ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാകുന്നു എന്നൊരു സുബോധം അവന് വന്നപ്പോ അടുത്ത നിമിഷം ബൈബിൾ പറയുന്നു, അവനൊരു തീരുമാനമെടുത്തില്ല, ഞാൻ ഇവിടെ കിടന്ന് നശിക്കുകയില്ല, ഞാൻ തിരിച്ചെന്റെ വീട്ടിലേക്ക് ചെല്ലും, എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെല്ലും. അപ്പൻ്റെ അടുക്കൽ ധിക്കാരത്തോടെ പോകുമെന്നല്ല പറഞ്ഞത്. അപ്പനെ കാണുമ്പോൾ അപ്പനോട് പറയാപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയും. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ കരുതണമേ എന്ന് ഞാൻ പറയും എന്നവനൊരു തീരുമാനമെടുത്തു. എനിക്കിഷ്ടപ്പെട്ടത്, അവൻ തീരുമാനമെടുത്തിട്ട് പിന്നെയും അവിടെ ഇരുന്നില്ല. ആ സ്പോട്ടിൽ, ആ സെക്കൻഡിൽ അവിടെ നിന്ന് എഴുന്നേറ്റു, നേരെ അപ്പന്റെ വീട് ലക്ഷ്യമാക്കി ചെല്ലുകയാണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച സന്തോഷകരമായ ഒരപ്പൻ, സ്നേഹനിധിയായ ഒരപ്പൻ, ലോകത്തിൽ പകരം വെക്കാനില്ലാത്തൊരപ്പൻ. ആ അപ്പൻ വർഷങ്ങൾ
വർഷങ്ങൾക്ക് മുമ്പ് മകൻ എല്ലാം വിറ്റുപറക്കി പോയെങ്കിലും അവൻ നശിച്ചു പോകട്ടെ, ഇനി അവൻ തിരിച്ചു വരില്ല എന്ന പ്രതീക്ഷയോടല്ല, എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ മകൻ തിരിച്ചു വരുമെന്നുള്ള വലിയ പ്രതീക്ഷയോടെ വഴിക്കണ്ണു നോക്കിയിരിക്കുന്ന ഒരു അപ്പനെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ മകനെ കാണുന്ന മാത്രയിൽ അങ്ങ് അകലെ നിന്ന് കണ്ടപ്പോൾ തന്നെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവനെ ആലിംഗനം ചെയ്ത് അവൻ്റെ മുഷിഞ്ഞു നാറിയ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം ധരിപ്പിച്ച് ചപ്പലില്ലാത്ത കാലിൽ പുതിയൊരു ചപ്പലിട്ട് അവൻ്റെ കൈക്ക് മോതിരമണിച്ച് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി മൃഷ്ടാന്തം ഭക്ഷിക്കാൻ കൊടുക്കുന്ന ഒരു അപ്പനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇന്ന് രാത്രി ഈ അപ്പൻ ആരാണ്? ഈ അപ്പന്റെ പേരാണ് നസറേനായ യേശു ക്രിസ്തു. ആ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ, ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈ അപ്പന്റെ പേരാണ് നസറേനായ യേശു ക്രിസ്തു. ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്നും അന്യപ്പെട്ട് പാപത്തിന്റെ വഴികളിലൂടെ തെറ്റി നടക്കുമ്പോൾ, അത് ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും, അവൻ പാപം ചെയ്ത് ദൈവകൃപ നഷ്ടപ്പെടുത്തി അവൻ നരകത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരുമെന്ന് വഴിക്കണ്ട് നോക്കിയിരിക്കുന്ന ഒരു അപ്പനെ നമുക്കവിടെ കാണാം. ഒരു കാലത്ത് രക്ഷിക്കപ്പെട്ടു, ഒരു കാലത്ത് സ്നാനപ്പെട്ടു, ഒരു കാലത്ത് അഭിഷേകം പ്രാപിച്ചു, എന്നിട്ട് സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങളിൽ പെട്ട് ദൈവകൃപ നഷ്ടപ്പെടുത്തി പിന്മാറ്റത്തിലേക്ക് പോയ ആരെങ്കിലും ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്നെങ്കിൽ നിനക്ക് മടങ്ങി വരാനുള്ള അവസാനത്തെ സന്ദേശമാണ് ഈ സുവിശേഷ മഹായോഗം. ഈ നാട്ടിലെ അവസാനത്തെ പാപിക്ക് വരെ അവന്റെ പാപങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാനുള്ള അവസാനത്തെ സന്ദേശമാണ് ഈ സുവിശേഷ യോഗം. വേദപുസ്തകം പറയുന്നു, ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ അവൻ ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് വരേണ്ടി വരും. മരിച്ച് 6 അടി മണ്ണിനകത്ത് ഒടുങ്ങിപ്പോയത് കൊണ്ട് എല്ലാം തീർന്നു എന്ന് ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുകയാണില്ല. മരിച്ചവന്റെ അടുത്ത് നിന്ന്, ആ കുഴിക്കകത്ത് നിന്ന് അവനെ ജീവനോടെ പുറത്തു കൊണ്ടുവന്ന് നിർത്തി അവനെ പച്ചയ്ക്ക് വിധിക്കുന്ന ഒരു ന്യായവിധിയെ മാനവരാശി അഭിമുഖീകരിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം. ഇന്ന് രാത്രി ഒരു മടങ്ങിവരവിന്റെ രാത്രി, അപ്പന്റെ ഭവനത്തിലേക്ക് ഒരു മടങ്ങിവരവിന്റെ രാത്രിയാകണം. നോക്കൂ, അവ ഈ മകനെ കുറിച്ച് അപ്പൻ പറയുന്നു, അവൻ മരിച്ചവനായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? അപ്പന്റെ സൗഭാഗ്യം വിട്ട്, അപ്പന്റെ സന്തോഷം വിട്ട്, അപ്പന്റെ വീടിന്റെ സുരക്ഷിതത്വം വിട്ട് തോന്നിയതുപോലെ ജീവിച്ച അവൻ മരിച്ചവനായിരുന്നു. പക്ഷേ മടങ്ങി വന്നപ്പോൾ അപ്പൻ പറയുന്നു, അവനിതാ ജീവിച്ചിരിക്കുന്നു. ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു എന്ന് വേദപുസ്തകം പറയുകയാണ്. ആ കരമുയർത്തി ഒന്നുകൂടി കർത്താവിനെ സ്തുതിക്കുമോ? ഇന്ന് രാത്രി ഒന്നുകൂടി സ്തുതിക്കുമോ? ഈ പ്രദേശത്തെ കർത്താവ് സ്നേഹിക്കുന്നത് കൊണ്ടാണ് പാസ്റ്റർ സുഹിൻ മുഖാന്തരം ഇങ്ങനൊരു യോഗം നടത്താൻ ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തിന് പ്രേരണ കൊടുത്തത്. ഒരുപക്ഷെ സ്നേഹിത നിനക്ക് വേണ്ടിയായിരിക്കാം, ഒരുപക്ഷെ സഹോദരി നിനക്ക് വേണ്ടിയായിരിക്കാം, ഒരുപക്ഷെ മാതാവേ പിതാവേ കുഞ്ഞെ നിനക്ക് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു ദിവസം ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത്. അപ്പൊ 2 കാര്യങ്ങളാണ്. മരിച്ചവർ ആരൊക്കെയാണ്? 1, കാമുകിയായവളോ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവളാകുന്നു. 2, അപ്പന്റെ ഭവനം വിട്ട് പിന്മാറിപ്പോയ പിന്മാറ്റക്കാരൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ മരിച്ചവനാകുന്നു. ഒരുപക്ഷെ പള്ളിക്കകത്ത് പുള്ളി ഉണ്ടായേക്കാം, കൈയടിക്കാൻ ഉണ്ടായേക്കാം, കപ്പിയാരോ സെക്രട്ടറിയോ ഒക്കെ ആയിരിക്കാം. പക്ഷെ ബൈബിൾ പറയുന്നു, നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നീ മരിച്ചവനായിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അങ്ങനെ നോക്കൂ, അപ്പം മരിച്ചവർ ആബാലവൃദ്ധം ആ ന്യായാസനത്തിന്റെ മുമ്പിൽ ന്യായവിധിക്കായി വന്നു നിൽക്കുകയാണ്. ഇനി 2ാമത്തെ ഭാഗം, ആർക്കാണ് ന്യായവിധി? വിശുദ്ധ വേദപുസ്തകത്തിൽ ആർക്ക് വേണ്ടിയാണ് ന്യായവിധി വച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. 2 തെസ്സലോനിക്കർക്ക് ലേഖനം 2ാമത്തെ അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ പോൾ പാസ്റ്റർ ഒന്ന് വായിച്ചാട്ടെ. 2 തെസ്സലോനിക്കർക്ക് ലേഖനം 2ാമത്തെ അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ. ആർക്കാണ് ന്യായവിധി? സത്യത്തെ വിശ്വസിക്കാതെ, ശ്രദ്ധിച്ചു കേൾക്കൂ, സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഫോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ശ്രദ്ധിക്കൂ, അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനത്തിൽ ന്യായവിധി ആർക്കാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരല്പമൊന്ന് നിങ്ങൾ സഹനത്തോടെ ഒരു 10 മിനിറ്റ് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ആ ഭാഗം, എങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാകും. അവിടെ പറയുന്നത്
സത്യത്തെ വിശ്വസിക്കാത്ത ആളുകൾ. എന്താണ് സത്യം? കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഇവിടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷമീർ ഇവിടെ പ്രസംഗിക്കുകയുണ്ടായി. എന്താണ് പ്രസംഗിച്ചതെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം ഇവിടെ സുവിശേഷം പ്രസംഗിച്ചു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ഈ പറയുന്ന സുവിശേഷത്തിന്റെ വാക്കിനകത്ത് ഞങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്. ഈ പുസ്തകം ഞങ്ങളുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഈ പുസ്തകത്തിൽ ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ശിക്ഷ ഏതെന്ന് ചോദിച്ചാൽ ഈ പുസ്തകത്തിനോടൊരു വള്ളിയോ പുള്ളിയോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ന്യായവിധി. ഒരു പ്രസംഗകനായതുകൊണ്ടല്ല, അതിനകത്ത് പെന്തക്കോസ്റ്റിലെ പാസ്റ്ററാണെന്നോ പ്രസിഡന്റ് ആണെന്നോ അതിന് സൂപ്രണ്ടാണെന്നോ ബിഷപ്പാണെന്നോ ഒന്നും ദൈവത്തിന് പ്രത്യേകമല്ല. ഈ പുസ്തകത്തിന്റെ വള്ളിയോ പുള്ളിയോ മാറ്റാൻ പാടില്ല. ഒരു മനുഷ്യന്റെ രക്ഷയ്ക്ക് അനിവാര്യമായതാണ് ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. ഈ യോഗം ഇവിടെ നടക്കുന്നത് ആരാണ്ട് പറയുന്നത് പോലെ അമേരിക്കയിൽ നിന്ന് വന്ന പണത്തിന്റെ കൊഴുപ്പ് കൊണ്ടല്ല ഈ യോഗം നടക്കുന്നത്. പ്രസംഗിക്കുന്ന ഞാൻ ഇന്ന് അങ്ങ് അമേരിക്കയിൽ നിന്ന് സായിപ്പ് കുറെ പൈസ എന്റെ അക്കൗണ്ടിലോട്ട് തള്ളിത്തന്നതിന്റെ ആവേശത്തിലല്ല ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. എന്നെ രക്ഷിച്ച ക്രിസ്തു, എന്നെ വീണ്ടെടുത്ത ക്രിസ്തു ഈ നാട്ടിൽ ഒരുവനെങ്കിലും വീണ്ടെടുക്കണമേ എന്ന് മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചിട്ടാണ് ഇന്ന് രാത്രി ഈ പ്രസംഗം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കൂ, നോക്കൂ. അപ്പം സത്യം വിശ്വസിക്കുക. അപ്പൊ എന്താണ് സത്യം? ബൈബിൾ പറയുന്നു, പാപമില്ലാതെ ഒരു മനുഷ്യനുമില്ല, സകല മനുഷ്യനും പാപികളാണ്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ പാപത്തിൽ ജനിക്കുന്നു. ദാവീദ് പറഞ്ഞത് എന്താണ്? അയ്യോ, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അന്തരംഗത്തിലെ സത്യമല്ലോ ഞാൻ ഇച്ഛിക്കുന്നത്. അപ്പൊ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ പാപിയായി ജനിക്കുന്നു. ആ മനുഷ്യന് പാപമോചനം ആവശ്യമാണ്. അതിന് പ്രത്യേകിച്ച് ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കലോ നേർച്ച കാഴ്ചകൾ അർപ്പിക്കലോ ഇതൊക്കെ ആകാം. പക്ഷെ പാപമോചനത്തിന് ഇതൊന്നും പര്യാപ്തമല്ല എന്ന് വേദപുസ്തകം പറയുന്നു. പാപമോചനത്തിന് എന്താണ് പരിഹാരം? ഒന്നേ ഉള്ളൂ. അവനവന്റെ പാപത്തെ ഈ സുബോധത്തോടെ ഈ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ അവനവന്റെ പാപത്തെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് പാപത്തോട് എന്നേക്കുമായി വിട പറഞ്ഞ് അവൻ യേശുക്രിസ്തുവിനെ അവന്റെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് അവന്റെ നാമത്തിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ജലസ്നാനം സ്വീകരിച്ച് അവന്റെ ആയുസ് മുഴുവനും പവിത്രമായ ജീവിതം നയിക്കുന്നവനാണ് രക്ഷിക്കപ്പെട്ടവൻ എന്ന് വേദപുസ്തകം പറയുന്നു. ഈ പ്രസ്താവനയ്ക്ക് എതിരായി, ഈ വചനത്തിന് കടകവിരുദ്ധമായി അങ്ങനെ സ്നാനപ്പെടേണ്ടതില്ല, ഇങ്ങനെ മതി എന്ന് പറഞ്ഞാൽ ആലഞ്ചോലയിലുള്ള സാമാന്യ ബുദ്ധിയുള്ള ആളുകളോട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ ഇവിടുന്ന് ഓടി ബസ് സ്റ്റോപ്പിലേക്ക് ചെന്നപ്പോൾ ഒരു ബസ് വന്നു, നിങ്ങൾ ചാടിക്കേറി. നിങ്ങൾക്ക് പോകേണ്ടത് മാർത്താണ്ഡത്തേക്കാണ്. അങ്ങനെ ഈ ബസ് ഇവിടെ നിന്ന് എടുത്തു, കുറച്ചങ്ങോട്ട് ചെന്നു. കണ്ടക്ടർ അദ്ദേഹം അടുത്തേക്ക് വന്നു. അപ്പൊ നമ്മൾ പൈസ കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് മാർത്താണ്ഡത്തേക്ക് പോകണം. അപ്പൊ കണ്ടക്ടർ പറഞ്ഞു, അയ്യാ ഇന്ത വണ്ടി പിന്നെ എന്താണ് മാർത്താണ്ഡത്തേക്ക് പോകത്തില്ല, ഇത് ഇന്നടുത്തുനിന്ന് തിരിഞ്ഞ് ഇപ്പുറത്തോട്ട് വഴി, ഇത് തിരുവനന്തപുരത്തോട്ടാണ് പോകുന്നത് എന്ന് കണ്ടക്ടർ പറഞ്ഞാൽ, അല്ല പനച്ചമൂടിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുമോ? എന്തായാലും കയറിയത് കയറി, ഇനി എന്തായാലും രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ, ഞാൻ ഇതിലേ പോകൂ എന്ന് ശടിച്ചാൽ മാർത്താണ്ഡത്തിൽ പോകേണ്ട നിനക്ക് ഒരു കാരണവശാലും ആ വണ്ടിയിൽ മാർത്താണ്ഡത്ത് പോകാൻ പറ്റില്ല. അപ്പൊ സുബോധമുള്ള നമ്മൾ എന്താ ചെയ്യുക? സ്വാഭാവികമായി ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ബോർഡ് വെച്ച വണ്ടി വരുമ്പോ ആ വണ്ടിയിലേക്ക് കയറും. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടിയോ? ചിലരൊക്കെ പഠിപ്പിച്ചു വെച്ചു, മുങ്ങി സ്നാനപ്പെടേണ്ടതില്ല, തളിച്ചാൽ മതി. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ആരെ വിമർശിക്കാൻ പറയല്ല, സത്യവചനം പറയുന്നു. യേശു പറഞ്ഞത് എന്താണ്? യേശു പറഞ്ഞു, ഞാൻ ഏറ്റ സ്നാനമേൽക്കുകയും ഞാൻ കുടിച്ച പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇതാണ് സുവിശേഷം. എന്നിരിക്കെ മുഴുങ്ങൽ സ്നാനത്തിലേക്ക് പോകാതെ, ആത്മാഭിഷേകം പ്രാപിക്കാൻ സമ്മതിക്കാതെ മനുഷ്യനെ തെറ്റായ പഠിപ്പിക്കലുകൾ പഠിപ്പിച്ച് ഒരു ചട്ടക്കൂടിനകത്താക്കി മനുഷ്യനെ നശിപ്പിക്കുമ്പോൾ ബൈബിൾ പറയുന്നത് ശ്രദ്ധിക്കൂ. സത്യം വിശ്വസിക്കാതെ തെറ്റ് വിശ്വസിക്കാൻ തയ്യാറായതുകൊണ്ട് അവർ ന്യായവിധിക്കായി അവർ പോകുന്നു. ഇന്ന് രാത്രി ഓർക്കണം, ആർക്കാണ് ന്യായവിധി? ഒന്ന്, സത്യം വിശ്വസിക്കാതെ, ഈ സുവിശേഷം വിശ്വസിക്കാതെ, ഈ ന്യായമായ ദൈവത്തിന്റെ വചനം വിശ്വസിക്കാതെ, ആരോ പറഞ്ഞു കേട്ട കിഴവിക്കഥ ഈ പുസ്തകം മാറോട് ചേർത്ത് വച്ചിരിക്കും
പ്രസംഗിക്കുമ്പോഴും ആരാണ്ട് പറഞ്ഞത് കേട്ട് ഒരു അന്ധവിശ്വാസത്തിൽ പോയാൽ ആ പോക്ക് ന്യായവിധിയുടെ സിംഹാസനത്തിന് മുമ്പിലേക്കാണ് എന്ന് എന്റെ കേൾവിക്കാർ ഇന്ന് രാത്രി തിരിച്ചറിയണം. അപ്പോൾ ന്യായവിധി ആർക്ക്? സത്യം വിശ്വസിക്കാതെ അസത്യത്തിന്റെ പുറകെ, ഊഹാഭോഗങ്ങളുടെ പുറകെ, അന്ധവിശ്വാസങ്ങളുടെ പുറകെ, അനാചാരങ്ങളുടെ പുറകെ പോകുന്ന ഏവരും ന്യായവിധിയെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് ബൈബിൾ പറയുന്നു. ഇത് പറയുന്നതിന്റെ പേരിൽ തല്ലിയതുകൊണ്ടോ കൊന്നതുകൊണ്ടോ പള്ളി കത്തിച്ചതുകൊണ്ടോ ഒരു പരിപാടി നടക്കത്തില്ല. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഇതാണ് ന്യായം, ഇതാണ് സത്യം എന്നിരിക്കെ ഇതിനപ്പുറത്ത് വേറെ ഒരു പരിപാടിയും ഒരു ഒഴുകഴിവില്ല എന്ന് ഈ നാട് തിരിച്ചറിഞ്ഞിരിക്കണം. 2, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമ ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ. ചില ആളുകൾ വിചാരിക്കുന്നത് ഇത് അക്രൈസ്തവരോടാണ് ന്യായവിധി, അവർക്കാണ് ഇവർക്കാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇന്ന് രാത്രി പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നു, ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായി. അതുകൊണ്ട് ദൈവസഭ, രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ജനം, ക്രൈസ്തവ സമൂഹം പ്രാരംഭമായി ഈ കാര്യത്തെ ഒന്ന് കേൾക്കണം. കർത്താവായ യേശുക്രിസ്തു ന്യായവിധിയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിന്റെ 42 മുതൽ 45 വരെ വായിക്കുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട 3 ആളുകളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ കൂട്ടരെന്ന് പറഞ്ഞാൽ പരീശന്മാർ, രണ്ടാമത്തെ കൂട്ടരെന്ന് പറഞ്ഞാൽ ന്യായശാസ്ത്രിമാർ, മൂന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ശാസ്ത്രിമാർ. അങ്ങനെ 3 വിഭാഗങ്ങളെ അവിടെ കർത്താവ് പറയുന്നു. അതിൽ ഒന്ന് പരീശന്മാരാണ്. ആരാണ് ഈ പരീശന്മാർ? പരീശന്മാരെ കുറിച്ച് ഒത്തിരി വിശദീകരിക്കുന്നില്ല. അവർ ഒത്തിരി വിഭാഗങ്ങൾ തന്നെയുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വിഭാഗമാണ് അതിപരിശുദ്ധന്മാരായ പരീശന്മാരുണ്ട്. അവരെ എപ്പോഴും വളരെ പരിശുദ്ധിയെ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന വസ്ത്രമൊക്കെ ധരിച്ച് അവർ നടക്കും. അവർ ഈ റോഡെ നടന്നു പോകുമ്പോൾ അവരുടെ ഭാര്യയും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ അമ്മയും അദ്ദേഹത്തിന്റെ പെങ്ങളും കൂടി അപ്പുറത്ത് മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വന്നാൽ അദ്ദേഹം റോഡിൽ വെച്ച് അമ്മയുടെ മുഖത്ത് നോക്കത്തില്ല, ഭാര്യയുടെ മുഖത്ത് നോക്കത്തില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? അങ്ങനെ നോക്കിയാൽ പാപം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇവര് നടക്കുന്നത്, ഇവരിങ്ങനെ ആൾക്കൂട്ടത്തിൽ വരുമ്പോൾ ഇവർ കണ്ണുമടച്ച് ഇങ്ങനെ അങ്ങ് നടക്കും. അപ്പൊ അങ്ങനെ നടക്കുമ്പോൾ എന്താ സംഭവം എന്നറിയാമോ? ഇവർ ചെന്ന് വല്ല ഓടയിലോ വല്ല കുഴിയിലോ വിഴുന്ന് വൈകുന്നേരം ആകുമ്പോൾ പല്ലും പോയി കൈയും കാലും ഒക്കെ മുറിഞ്ഞ് വസ്ത്രവും ചെളിയും പിടിച്ച് എഴുന്നേക്കാൻ മേലാതെ വീട്ടിൽ വരുമ്പോൾ ശുശ്രൂഷിക്കുന്നത് ഈ അമ്മയും ഭാര്യയും പെങ്ങന്മാരും കൂടിയാണ്. എന്ന് പറഞ്ഞാൽ വലിയ പരിശുദ്ധന്മാരായി ചമയുന്നൊരു വിഭാഗം. പക്ഷെ ബൈബിള് അവരെ കുറിച്ച് പറയുന്നു, നിങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന പരിശുദ്ധിയും ആരാധനാ രീതിയും ദൈവഭയവും അകത്തില്ലാതെ വിശുദ്ധിയുടെ കേവലം വേഷം ധരിച്ച് നടക്കുന്ന ഒരു സമൂഹത്തെ കുറിച്ച് ബൈബിൾ പറയുന്നു. അവർക്ക് ന്യായവിധി വരും എന്ന് യേശുക്രിസ്തു അസന്ദിഗ്ധമായി പറഞ്ഞു. രണ്ടാമത്തത് അവരെ കുറിച്ച് പറയുന്നത്, ഇവർക്ക് പള്ളിയിൽ മുഖ്യാസനം വേണം. ഇവർ മാർക്കറ്റിൽ ചെന്നാൽ അവിടെ നിൽക്കുന്ന എല്ലാവരും ഇവരെ വന്ദനം ചെയ്യണം. നിങ്ങൾ നോക്കൂ, ഇന്ന് സംഘടനാ സമുദായങ്ങളെ നിങ്ങൾ നോക്കൂ. അവിടെ നേതാക്കന്മാരെ വണങ്ങിയില്ലെങ്കിൽ, അവർ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ, അവരെ ചോദ്യം ചെയ്താൽ, അത് വിശ്വാസിയാണെങ്കിലും അത് പാസ്റ്റാണെങ്കിലും അവരെ പുറത്താക്കുന്ന, അവരെ തകർക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഇവിടെ വേദപുസ്തകത്തിൽ 2 കാര്യങ്ങൾ അവരെ കുറിച്ച് പറയുന്നു. ഒന്ന്, ന്യായശാസ്ത്രം കൂടെ ചേർത്ത് ഞാൻ ആ ഭാഗം ഒന്ന് പറയാം. അവരെ കുറിച്ച് പറയുന്നു, എടുക്കാൻ കഴിയാത്ത ചുമട് ആളുകളുടെ ചുമടിലേക്ക് വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു അറിയാമോ? ഒന്നുമില്ലാത്ത, അറിയാത്തതുപോലെ കൈയും വീശി നടക്കുന്നു. ഒരു കൈ സഹായിക്കാൻ പോലും തയ്യാറല്ലാത്ത ഒരു വിഭാഗത്തെ കുറിച്ച് അവിടെ പറയുന്നു. ഈ രാത്രി ദൈവത്തിന്റെ സഭ അങ്ങറ്റം മുതൽ താഴെ അറ്റത്തെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥി നിങ്ങളോട് വരെ ഞാൻ വിളിച്ചു പറയുന്നത്, കേവലം ആഡംബരമല്ല, കേവലം ആളുകൾ കാണിക്കാനുള്ള ഭക്തിയോ വിശുദ്ധിയോ അല്ല. സകല രഹസ്യങ്ങളെ കാണുന്ന കർത്താവിന്റെ മുമ്പാകെ പവിത്രമായ ഒരു ജീവിതം നയിക്കാത്ത ഏത് ക്രിസ്ത്യാനിയും, ഏത് പുരോഹിതനും, ഏത് പ്രസംഗകനും, ഏത് പ്രവാചകനും, ഏത് നേതാവും ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിന്നേ മതിയാകൂ. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആർക്കും സാധ്യമല്ല. നിങ്ങൾ വേദപുസ്തകം നോക്കൂ. എസ്തേറിന്റെ പുസ്തകത്തിൽ ഒരു സംഭവമുണ്ട്. അവിടെ മോർദെഖായി എന്ന് പറയുന്ന ഒരു ഭക്തൻ, ആ മനുഷ്യനെ കുറിച്ച് അദ്ദേഹത്തിനെ കൊല്ലാൻ 50 മുഴം നീളമുള്ള ഒരു കഴുകുമരം അവർ സെറ്റ് ചെയ്യുകയാണ്. എന്താണ് അതിന്റെ കാരണം? രാജ്യദ്രോഹം ചെയ്തോ, അദ്ദേഹം എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ വിറ്റോ, മറ്റെന്തെങ്കിലും ചെയ്തോ? രാജാവിന്റെ പ്രാണനെ രക്ഷിക്കാൻ പോലും തയ്യാറായ നല്ലൊരു വാച്ചറാണ്, നല്ലൊരു ഗേറ്റ്, ഒരു പാറാവുകാരനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെതിരെ ഹാമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. അവനെ കൊല്ലാൻ തീരുമാനിച്ചു.
തീരുമാനിച്ചു, കഴുകുമരമുണ്ടാക്കി. കാരണം ഒന്നേ ഉള്ളൂ, നാട്ടിലുള്ള സകല ആളുകളും ഇവനെ കാണുമ്പം നിലം വരെ കുനിഞ്ഞ് സാഷ്ടാംഗം വീഴും. പക്ഷേ മോർദെഖായി മാത്രം അവനെ നമസ്കരിക്കുന്നില്ല, അവനെ വണങ്ങുന്നില്ല. ആ ഒറ്റ കാരണത്താൽ അവനെതിരെ കഴുകുമരമൊരുക്കി. പക്ഷെ വേദപുസ്തകം പറയുന്നു, ന്യായത്തിന്റെ ദൈവം ആ കഴുകുമരത്തെ തന്റെ ഭക്തനിൽ നിന്ന് നേരെ ആര് കഴുകുമരം ഒരുക്കിയോ അവന്റെ കഴുത്തിലേക്ക് ആ കുരുക്ക് വരുത്തി അവനെ രക്ഷിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വിരോധമായി, നിന്റെ വസ്തുവകൾക്ക് വിരോധമായി, നിന്റെ സമ്പത്തിന് വിരോധമായി, നിന്റെ മക്കൾക്ക് വിരോധമായി, നിന്റെ തൊഴിലിന് വിരോധമായി, നിന്റെ ഭവന നന്മകൾക്ക് വിരോധമായി മനുഷ്യൻ ഒരുക്കുന്ന സകല ആഭിചാര ശക്തിയാകട്ടെ, ഏത് മേഖലകളാകട്ടെ, അതിനെ കല്ല് ഉരുട്ടുന്നവന്റെ മേൽ കല്ല് തിരിച്ചുരുളുമാറാക്കി നിന്നെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ചലിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവര് ആ കരങ്ങളെ തട്ടി ഒരല്പസമയം ദൈവത്തെ ആരാധിക്കുമോ? ദൈവത്തെ സ്തുതിക്കുമോ? ദൈവത്തെ ആരാധിക്കുമോ? ഈ ഭൂമിയിൽ നിനക്ക് ന്യായം കിട്ടുമോ ദൈവമേ എന്ന് ചോദിച്ചെങ്കിൽ ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ കണ്ണടയുന്നതിന് മുമ്പ്, നിന്റെ കണ്ണുനീര് വീണ, നിന്റെ ചോര വീണ ഈ മണ്ണിൽ വെച്ച് തന്നെ നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറയ്ക്കും ന്യായം നടത്തി തരാതെ നിന്റെ കണ്ണടയാൻ എന്റെ ദൈവം സമ്മതിക്കുകയില്ല. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ദാസന്മാരെ, ഈ ഭൂമിയിൽ ഈ പുസ്തകം എടുത്തതിന്റെ പേരിൽ നിങ്ങൾ കേട്ട അപമാനത്തിനും, നിങ്ങൾ സഹിച്ച വേദനകൾക്കും, നിങ്ങൾ അനുഭവിച്ച പട്ടിണിക്കും, നിങ്ങൾ കേൾപ്പിച്ച എല്ലാ വേദനകൾക്കും ഈ ഭൂമിയിൽ വെച്ച് നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രതിഫലം നീ കണ്ടിട്ടല്ലാതെ നിന്റെ കണ്ണടയാൻ എന്റെ ദൈവം സമ്മതിക്കുകയില്ല. കാരണം എന്റെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും അവൻ വാക്കുമാറാത്തവനുമായ ദൈവമാണ്. നോക്കൂ, അതുകൊണ്ട് ദൈവത്തിന്റെ ന്യായം അക്ഷരാർത്ഥത്തിൽ വെളിപ്പെടുകയാണ്. പക്ഷെ വേദപുസ്തകത്തിൽ യേശു പറഞ്ഞു, അങ്ങനെയുള്ളവർക്ക് അയ്യോ കഷ്ടം. അങ്ങനെയുള്ളവർ, എന്നോട് ചേർന്ന് പറ, അങ്ങനെയുള്ളവർക്ക് അയ്യോ കഷ്ടം, അങ്ങനെയുള്ളവർക്ക് അയ്യോ കഷ്ടം. നോക്കൂ വേദപുസ്തകത്തിൽ. അപ്പൊ ന്യായവിധി ആർക്കാണ്? സത്യം വിശ്വസിക്കാതെ അസത്യം വിശ്വസിച്ച് അസത്യത്തിന്റെ പുറകെ പോകുന്നവർക്ക് ന്യായവിധി വരും. 2, വേഷം കെട്ടുന്നവർക്ക്, അനാവശ്യ വേഷം കെട്ടുന്നവർക്ക് ന്യായവിധി വരും. ദൈവം പുറമേ നോക്കുന്നവനല്ല, ദൈവം നോക്കുന്നത് നിന്റെ ഹൃദയത്തെയാണ് നോക്കുന്നത്, നിന്റെ മനസ്സിനെയാണ് ദൈവം നോക്കുന്നത്, നിന്റെ ചിന്തയാണ് ദൈവം നോക്കുന്നത്, നിന്റെ ഹാർട്ടിനെയാണ് ദൈവം നോക്കുന്നത്. ഇന്ന് രാത്രി ആ വസ്തുത എൻ്റെ ഈ കേൾവിക്കാർ തിരിച്ചറിയണം. 3, എന്തിനാണ് ന്യായവിധി? പ്രധാനമായി 3 സംഗതികളാണ് നിങ്ങളോട് പറയാനുള്ളത്. 1, ദൈവം നൽകിയ ആയുസ്സിന് നാം കണക്ക് പറയണം. 2, നമുക്ക് ലഭിച്ച അവസരങ്ങൾക്കും സമയങ്ങൾക്കും നാം കണക്ക് പറയണം. 3, നാം കേട്ട ദൈവത്തിന്റെ വചനത്തിന് നാം കണക്ക് പറയണം. ഒന്നുകൂടി, ദൈവം തന്ന ആയുസ് സമയത്തിന് നാം കണക്ക് പറയണം. 2, ദൈവം നൽകിയ അവസരങ്ങൾക്ക് നാം കണക്ക് പറയണം. 3, നാം കേട്ട സുവിശേഷത്തിന് നാം കണക്ക് പറയണം. ഇന്ന് രാത്രി ഈ 3 കാര്യങ്ങൾ കമ്പിവാചകത്തിൽ ഞാനൊന്ന് പറയട്ടെ. 1, ഈ ഭൂമിയിൽ എത്രയോ കുഞ്ഞുങ്ങൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മരിച്ചുപോയി. ചിലര് പ്രസവ ആ സമയത്ത് തന്നെ മരണപ്പെട്ടുപോയി. ചിലര് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടുപോയി. ഈ ദിവസങ്ങളിലെ പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ നോക്കിയാൽ ഹൃദയഭേദകമായ കാഴ്ചയല്ലേ കാണുന്നത്? 5ഉം 6 കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസം ആഘോഷിക്കാൻ പോയ 6 മക്കൾ മിന്നലേറ്റ് ക്ഷണത്തിൽ മരണപ്പെട്ടു. നമ്മളത് വായിച്ചതാണ്. എത്രയോ പേർ പുഴയിൽ വീണ് മരിക്കുന്നു. എത്രയോ ആക്സിഡന്റുകൾ ഈ ഭൂമിയിൽ സംഭവിക്കുന്നു. പ്രിയരെ, അങ്ങനെ ഒന്നും ഇതുവരെ സംഭവിക്കാതെ, നാളിതുവരെ സംഭവിക്കാതെ, ഈ നിമിഷം വരെ സംഭവിക്കാതെ എനിക്കും നിങ്ങൾക്കും ആക്സിഡന്റുകളും അപകടങ്ങളും വന്നെങ്കിലും അതിനൊന്നും മരണത്തിന് വിട്ടുകൊടുക്കാതെ ആയുസിനെ കൊള്ള പോലെ തന്ന് ഈ രാത്രി വരെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ഭാഗ്യം തന്ന ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടതോ? ഏത് ഇസമാണ് പഠിപ്പിച്ചത്? ഏത് മതമാണ് പഠിപ്പിച്ചത്? ഈ രാത്രി നിങ്ങളുടെ ചങ്കിന് നേരെ വിരൽ ചൂണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത് യാഥാർത്ഥ്യം കേൾക്കൂ. നിനക്ക് ലഭിച്ച ആയുസിന് നീ കണക്ക് പറഞ്ഞേ മതിയാകൂ. എത്ര കാലം ഈ ഭൂമി ജീവിച്ചോ ആ ജീവിച്ച കാലത്തിന് നീ കണക്ക് പറഞ്ഞു തന്നെയാകണം. 2, ദൈവം നിനക്ക് നൽകിയ സമയം, അവസരങ്ങൾ ഓർക്കൂ പ്രിയരെ. ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാദിവസം. ദൈവത്തെ അംഗീകരിക്കാൻ
ദൈവത്തെ സ്വീകരിക്കാൻ, യേശുവിൻ്റെ അടുക്കിലേക്ക് വരാൻ, മാനസാന്തരപ്പെടാൻ, സ്നാനപ്പെടാൻ, ദൈവത്തിന് സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ഈ ഭൂമിയിൽ ദൈവം നൽകിയ ഈ അവസരത്തിന് നാളെ കണക്ക് പറയേണ്ടല്ല എന്ന് ആരെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചെങ്കിൽ അത് നിങ്ങളെ ചതിക്കുകയാണ്. ബൈബിൾ പറയുന്നു, ദൈവം നൽകിയ സകല അവസരങ്ങൾക്കും നമ്മൾ കണക്ക് പറയണം. ഉദാഹരണത്തിന് ഒരിക്കൽ യേശു ഒരു ഉപമ പറഞ്ഞു. ഒരു മനുഷ്യനെ വിളിച്ചു, അവന് 5 താലന്ത് കൊടുത്തു. വേറൊരുത്തനെ വിളിച്ചു, 2 താലന്ത് കൊടുത്തു. വേറൊരുത്തനെ വിളിച്ചു, 1 താലന്ത് കൊടുത്തു. 5 താലന്ത് കൊടുത്തവൻ 5 കൂടി നേടി, 2 കൊടുത്തവൻ 2 കൂടെ നേടി. എന്നാൽ 1 കൊടുത്തവൻ തിരിച്ചു വന്ന് അവനോട് പറഞ്ഞു, യജമാനനെ, നീ വിതയ്ക്കാത്തടുത്ത് നിന്ന് നീ കൊയ്യുന്നവനാകയാൽ നീ കഠിന ഹൃദയമുള്ളവനാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നീ തന്നതിനെ ഞാൻ കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഇതാ നീ തന്നത് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ബൈബിൾ പറയുന്നു, അവനെ പിടിച്ച് ഏറ്റവും പുറത്തുള്ള കാരാഗ്രഹത്തിൽ, ഇരുട്ടുള്ള കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചതായി യേശു ഉപമ പറയുന്നു. എന്താണ് എൻ്റെ അർത്ഥം? ദൈവം നിനക്ക് നൽകിയ കഴിവ്, ദൈവം നിനക്ക് നൽകിയ അവസരം, ദൈവം നിനക്ക് നൽകിയ സുബോധം, ദൈവം നിനക്ക് നൽകിയ ഓർമ്മശക്തി, ദൈവം നിനക്ക് നൽകിയ കേൾവി ശക്തി, ദൈവം നിനക്ക് നൽകിയ കാഴ്ചശക്തി, ഇതെല്ലാം ലഭിച്ചിട്ടും എന്തിന് നിന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവച്ച് യേശു ജീവിക്കുന്നു, യേശു മാത്രം രക്ഷകൻ, യേശുവിൽ കൂടെ അല്ലാതെ രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടും ഇതിലേക്ക് വരാതെ നീ തെറ്റായി പോയാൽ ലഭിച്ച സമയത്തിനും ആയുസ്സിനും കണക്ക് പറഞ്ഞേ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3, ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ സകലത്തിനും നാം കണക്ക് പറയണം. സമയത്തിന് പരിമിതി കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ദൈവം നൽകിയ സകലത്തിനും നാം കണക്ക് പറയണം. 3 ഏറ്റവും ഒടുവിലത്തെ ചിന്തയിലേക്ക് ഞാൻ ഇന്ന് രാത്രി കടക്കുകയാണ്. നോക്കൂ, ന്യായവിധിയുടെ മേഖലയിലേക്ക് നമുക്കൊന്ന് പോകണം. എന്താണ് ന്യായവിധിയുടെ ദൈവിക സ്വഭാവം? എന്താണ്? സമയത്തിന് പരിമിതി കൊണ്ട് ചിലതെല്ലാം ഞാനൊന്ന് മാറ്റിവെച്ചിട്ട് അതിന്റെ പ്രസക്ത ഭാഗത്തിലേക്ക് വരികയാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ശബ്ദമുയർത്തി ആത്മാർത്ഥമായി ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച്, ആത്മാർത്ഥമായി കരങ്ങളെ ചേർത്തടിച്ച്, പോരാ, ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഘോരമായൊരു നാളുണ്ട്, ഭീകരം അത് വന്നിടും, ആരവീടെ എതിർക്കും ദുഷ്ടർ വേരു കൊമ്പോടെരിയുമ്പോൾ, ദൈവകോപത്തിയിൽ നീയും വെന്തരിഞ്ഞു ചാകരുതേ, നിത്യതീയിൽ വീഴരുതേ, ഇന്നു തന്റെ രക്ഷ നേടുക, ഇന്നു രക്ഷ നേടുക. ഘോരമായൊരു നാളുണ്ട്, ഭീകരം അത് വന്നിടും, ആരവീടെ നിൽക്കും ദുഷ്ടർ വേരുകൊമ്പോടെരിയുമ്പോൾ, ോപത്തിയിൽ നീയും വെന്തരിഞ്ഞു ചാകരുതേ, നിത്യതീയിൽ വീഴരുതേ, ഇന്നു തന്നെ രക്ഷ നേടുക, ഇന്നു തന്നെ രക്ഷ നേടുക. ചൂള പോലെ എരിഞ്ഞിടും ഭൂമിയിൻ പണിയാസകലം, വാനവും കെട്ടിടവും ശബ്ദത്തോടെ ഒഴിഞ്ഞിടും. ചൂള പോലെ എരിഞ്ഞിടും ഭൂമിയിൻ പണിയാസകലം, വാനവും കൊടിയോരു ശബ്ദം ഓടകവേ ഒഴിഞ്ഞിടും. ഘോരമായൊരു നാളുണ്ട്, ഭീകരം അത് വന്നിടും, ആരവീടെ നിൽക്കും ദുഷ്ടർ വേരുകൊമ്പോടെരിയുമ്പോൾ, ദൈവകോപത്തിയിൽ നീയും വെന്തരിഞ്ഞു ചാകരുതേ, നിത്യതീയിൽ വീഴരുതേ, ഇന്നു തന്നെ രക്ഷ നേടുക, ഇന്നു രക്ഷ നേടുക. ശുദ്ധർ വാഴും അപ്പുരി ഹല്ലേലൂയ പാടുമ്പോൾ, ഇന്നു നമ്മൾ കേട്ടിടുന്ന ഇങ്കിലവാത് കേൾക്കില്ല. ശുദ്ധർ വാഴും അപ്പുരി ഹല്ലേലൂയ പാടുമ്പോൾ, ഇന്നു നമ്മൾ കേട്ടിടുന്ന ഇങ്കിലവാത് കേൾക്കില്ല. ഘോരമായൊരു നാളുണ്ട്, ഭീകരം അത് വന്നിടും, ആരവീടെ നിൽക്കും ദുഷ്ടർ വേരുകൊമ്പോടെരിയുമ്പോൾ, ദൈവകോപത്തിയിൽ നീയും വെന്തരിഞ്ഞു ചാകരുതേ, നിത്യതീയിൽ വീഴരുതേ, ഇന്നു തന്നെ രക്ഷ നേടുക, ഇന്ന് രക്ഷ നേടുക. ശുദ്ധർ വാഴും അപ്പുരി ഹല്ലേലൂയ പാടുമ്പോൾ, ഇന്നു നമ്മൾ കേട്ടിടുന്ന ഇങ്കിലവാത് കേൾക്കില്ല. ശുദ്ധർ വാഴും അപ്പുരി ഹല്ലേലൂയ പാടുമ്പോൾ, ഇന്നു നമ്മൾ കേട്ടിടുന്ന ഇങ്കിലവാത് കേൾക്കില്ല. ഹല്ലേലൂയ.
ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഈ പാട്ടിൻ്റെ വരികൾ ഒടുവിൽ അവസരം കിട്ടിയാൽ ഒന്നുകൂടി ഞാൻ പാടും. എങ്കിലും ഈ വരികൾ നിങ്ങളുടെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ന്യായവിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി മനുഷ്യൻ്റെ ചിന്തയിൽ ആത്യന്തികമായി മനുഷ്യൻ ചിന്തിക്കുന്നത് അങ്ങനെ ഒരു ന്യായവിധി വരുമോ എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് വ്യക്തമായൊരു ആൻസർ പറയാൻ ഇനിയും ഒരു 45 മിനിറ്റ് സമയമുണ്ടെങ്കിലേ കഴിയൂ. എങ്കിലും അതിൻ്റെ പകുതി സമയത്തിനുള്ളിൽ ഇന്ന് രാത്രി ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗത്തിന് പര്യവസാനം കുറിക്കും. ന്യായവിധി എന്നൊരു സംവിധാനമുണ്ടോ എന്നുള്ളതാണ് ഒരു സാമാന്യ ജനം ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യത്തിന് വളരെ ലളിതമായി ഒരു ഉത്തരം പറയാം. എനിക്ക് 2 പെൺകുട്ടികളാണ്. എൻ്റെ മൂത്ത മകൾ ഈ അടുത്ത സമയത്ത് ഞാൻ കല്യാണം കഴിപ്പിച്ചയച്ചു. അവൾ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ 4 5 പഠിക്കുന്ന സമയം എക്സാം കഴിഞ്ഞതിന് ശേഷം ഈ റിസൾട്ട് വരുന്ന ദിവസം അത്യാവശ്യം മാർക്കുണ്ടെങ്കിൽ അവൾ ഞാൻ ഏത് പാതിരാത്രി വന്നാലും ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എനിക്കൊരു മുത്തമൊക്കെ തന്നിട്ട് ആള് പോയി കിടക്കൂ. അത്ര സ്നേഹമാണ്. പക്ഷെ മാർക്ക് ഇച്ചിരി കുറഞ്ഞു എന്ന് വന്നാൽ സ്വാഭാവികമായി 2-3 ദിവസം എൻ്റെ പരിസരത്ത് പോലും വരത്തില്ല. നോക്കൂ, ഇന്ന് വരെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേര് തല്ലിയിട്ടില്ല. എങ്കിലും പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും അപ്പൻ ഉണ്ടാക്കി തന്നിട്ടും പഠിച്ചില്ല എന്ന കുറ്റത്തിന് തോറ്റു എന്ന കുറ്റബോധമാണ് ആ ഒരു ചെറിയ സ്വഭാവത്തിന് മിസ്റ്റേക്ക് വന്നത്. ഒരു പക്ഷേ അനിയത്തി ചേട്ടത്തിയും കൂടെ വീട്ടിൽ വഴക്കുണ്ടാക്കും. ഞാനത് പറയുമ്പം നിങ്ങളുടെ വീട്ടിലെ കാര്യം കൂടെ ചേർത്തായി പറയുന്നത്. എന്നെ പറയുമ്പോൾ പിന്നെ പരാതിയില്ലല്ലോ, അതുകൊണ്ട് എന്നെ വെച്ചങ്ങ് പറയാൻ. അനിയത്തി ചേട്ടത്തിയും കൂടെ തല്ലുണ്ടാക്കും. അപ്പം അമ്മ പറയും, ഇന്ന് അപ്പം വരട്ടി പറഞ്ഞു കൊടുക്ക്, 2 നിനക്കൊക്കെ മേടിച്ചു തരും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അപ്പൻ്റെ പേര് പറയുമ്പോൾ 2 ഒതുങ്ങുന്നത് മാത്രമല്ല, ഞാൻ വരാറാകുമ്പം അമ്മയോട് ഭയങ്കര സ്നേഹവും കാണിക്കും. എന്തിനാണെന്നറിയാമോ? ഈ സംഭവം അപ്പനോട് പറഞ്ഞ് തല്ല് കിട്ടാതിരിക്കാൻ. അതിൻ്റെ അർത്ഥം എന്താ? അത് കുഞ്ഞായിരിക്കുമ്പോൾ പോലും തെറ്റ് ചെയ്താൽ തെറ്റാണെന്നുള്ള ബോധവും അപ്പനോ അമ്മയോ തല്ലും എന്നുള്ള അറിവുമല്ലേ അങ്ങനെ ഭയപ്പെടാൻ പ്രേരിപ്പിച്ചത് അല്ലേ? ഇനി ലോകത്തിൽ നിങ്ങൾ ചിന്തിക്കൂ, ഇപ്പം ഇവിടെ ഒരു പോലീസ് ചെക്കിങ് നടക്കുകയാണ്. ചിന്തിക്കൂ, ഇവിടെ ഒരു RTO നിന്ന്, തമിഴ്നാട്ടിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, കേരളത്തിൽ RTO നിന്ന് വരുന്ന വണ്ടികളൊക്കെ ചെക്ക് ചെയ്യാൻ. ഈ ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ലൈസൻസും ഇല്ല, എൻ്റെ വണ്ടിക്ക് പിന്നെ ഇൻഷുറൻസും ഇല്ലെങ്കിൽ സ്വാഭാവികമായി ചെക്കിങ് നടക്കുന്നിടത്തോട്ട് ഞാൻ പോകുമോ? പോകത്തില്ല. എന്താ കാര്യം? പോയാൽ പിടി വീഴുമെന്ന് എനിക്കറിയാം. തന്നെയുമല്ല, ചിലതിന് മാത്രമേ പറ്റിയുള്ളൂ, ബാക്കിയുള്ളതിന് ഒരുപക്ഷെ വണ്ടി അവർ കൊണ്ടുപോയെന്നും ഇരിക്കും. എന്തുകൊണ്ടാണ്? എനിക്കറിയാം ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല എന്ന ബോധം എനിക്കുള്ളത് കൊണ്ടാണ് വണ്ടി ചെക്കിങ് നടക്കുമ്പോൾ ഞാൻ ഒളിച്ചു മാറി നിൽക്കുന്നത്. ഇനി 3, ഒരിടത്ത് ക്യാമറ വച്ചിരിക്കുന്നു. അവിടെ ഒരുപക്ഷെ പോലീസുകാരില്ലെങ്കിലും അവിടെ ഹെൽമറ്റ് വച്ചില്ലെങ്കിൽ പോലീസ് അത് ആ ക്യാമറ റെക്കോർഡ് ചെയ്യും എന്നുള്ളത് കൊണ്ട് ആ ക്യാമറ ഇരിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായി വണ്ടി നിർത്തി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഹെൽമെറ്റ് എടുത്ത് വെക്കും. കാര്യം എന്താണെന്നറിയാമോ? അത് ചെയ്തില്ലെങ്കിൽ ശിക്ഷ ഉണ്ടാകും എന്നതുകൊണ്ടാണ്. ഇനി ഈ ലോകത്തിൽ പിടികിട്ടാ പുള്ളികൾ ഒത്തിരി പേരുണ്ട്. ചില ആളുകൾ തെറ്റ് ചെയ്തിട്ട് ഒളിവിൽ പോകുന്നു. എന്തിനാണ് ഒളിവിൽ പോകുന്നത്? ഒളിവിൽ പോകുന്നതിന് കാരണം ഞാൻ ചെയ്തത് തെറ്റാണെന്നും അതിന് നിയമപരമായി ശിക്ഷയും നടപടിക്രമങ്ങളും ഉണ്ട് എന്ന അവൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ ഒളിച്ചു നടക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിക്കൂ, ഒരു സാധാരണ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ ടാക്സ് കൊടുക്കുന്നു. ഉപ്പിന് മുതൽ കർപ്പൂരത്തിന് വരെ ടാക്സ് കൊടുത്ത് ഈ നാട്ടിൽ ജീവിക്കുന്നു. എൻ്റെ വണ്ടി എടുക്കുമ്പോൾ 15 വർഷത്തേക്കുള്ള ടാക്സ് അടയ്ക്കുന്നു. പ്ലസ് ഞാൻ എല്ലാം ചെയ്തിട്ട് ഒരു സീറ്റ് ബെൽറ്റ് എൻ്റെ സേഫ്റ്റിക്കുള്ളത് ഞാനിട്ടില്ല എന്ന ഒറ്റ കാരണത്താൽ 1000 രൂപയുടെ പെറ്റി ഈ നാട്ടിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളൊന്ന് മനസ്സാക്ഷി വഞ്ചിക്കാതെ ചിന്തിക്കൂ. നീ ആണാണോ പെണ്ണാണോ എന്ന് പോലും പറയാൻ പറ്റാത്തൊരു കാലം. യിരെമ്യാ പ്രവാചകൻ പറയുന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കണ്ടു, നിന്നെ പേർ ചൊല്ലി വിളിച്ച് ഈ ഭൂമിയിലാക്കി, നാളിതുവരെ നിനക്ക് സുഖം നൽകി, സന്തോഷം നൽകി, വീട് നൽകി, 3 നേരം കഴിക്കാൻ ആഹാരം നൽകി. നോർത്ത് ഇന്ത്യയിൽ എത്രയോ പേർ മാറുമറയ്ക്കാൻ തുണിക്കണ്ടമില്ലാതെ പരക്കം പായുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും തന്ന് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആയുസ്സും ആരോഗ്യം നൽകിയ ദൈവത്തിൻ്റെ മുമ്പാകെ കണക്ക് പറയണ്ട എന്ന് ഏത് ബുദ്ധിമാനാണ് ചിന്തിക്കുന്നത്? ആ ദൈവം നിങ്ങളോട്
എന്താണ് ആവശ്യപ്പെട്ടത്? ഇത്രയും സൗഭാഗ്യം നൽകിയ ദൈവം ഈ മാനവജാതിയോട് എന്താണ് ആവശ്യപ്പെട്ടത്? ആ കർത്താവ് ആവശ്യപ്പെട്ട് ഇത്രയല്ലേ ഉള്ളൂ. നിന്റെ ശരീരത്തെ തകർക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ നീ ഉപയോഗിക്കണം. നിന്റെ കുടുംബത്തെ തകർക്കുന്ന തെറ്റായ വഴികൾ നീ വിടണം. ഒരു നല്ല മനുഷ്യനായി നീ ജീവിക്കണം. 5 പൈസ ചെലവില്ലാതെ നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ജലസ്നാനം സ്വീകരിക്കണം. പവിത്രമായൊരു ജീവിതം നയിക്കണം. ഇതല്ലേ കർത്താവ് പറഞ്ഞത്? ഇത് പറഞ്ഞിട്ട് ചെയ്യാത്ത ഏതവനോടും കണക്ക് പറയത്തില്ലെന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ചിന്തിക്കൂ. നീ വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുകയാണ്. ന്യായവിധിയുടെ സിംഹാസനം നിന്റെ മുമ്പിൽ ഇതാ അടിഞ്ഞൊരുങ്ങി വരാൻ സമയം വന്നിരിക്കുന്നു. ന്യായവിധിയെ അഭിമുഖീകരിക്കാൻ കാലം വന്നിരിക്കുന്നു എന്ന് രാത്രി നാടറിയണം. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ശരാശരി മനുഷ്യന് പോലും അവൻ ചെയ്യുന്ന തെറ്റിനെ കുറിച്ച് ബോധവും ശിക്ഷയെക്കുറിച്ചുള്ള ബോധ്യവും അവനുണ്ടെങ്കിൽ അവനെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ശിക്ഷിക്കാതിരിക്കുമോ? ഇനി വേദപുസ്തകം നിങ്ങൾ ചിന്തിക്കൂ. ഇവിടെ ഒരു കോടതി ഉണ്ടെങ്കിൽ സ്വർഗത്തിന് ഒരു കോടതിയുണ്ട്. ഇവിടെ ഒരു വക്കീലുണ്ടെങ്കിൽ സ്വർഗത്തിനും ദൈവത്തിന് ന്യായവിധിയുടെ മുമ്പിലും ഒരു വക്കീലുണ്ട്. ഇവിടെ ഒരു പ്രതി ഉണ്ടെങ്കിൽ സ്വർഗത്തിന്റെ മുമ്പിൽ ഒരു പ്രതിയുണ്ട്. ഇവിടെ ഒരു വാദി ഉണ്ടെങ്കിൽ അവിടെയും വാദിയുണ്ട്. ഇവിടെ ഒരു എന്താ പറയുക, ഇവിടെ തൊണ്ടി മുതലുണ്ടെങ്കിൽ സ്വർഗീയ കോടതിയുടെ മുമ്പിലും തൊണ്ടി മുതലുണ്ട്. ഇന്ന് രാത്രി പക്ഷേ ചെറിയൊരു വ്യത്യാസം ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു ജഡ്ജി ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ ജഡ്ജിയുണ്ട്. ഇവിടെ ഒരു വക്കീലുണ്ടെങ്കിൽ അവിടെ ഒരു വക്കീലുണ്ട്. ഇവിടെ ഒരു പ്രതി ഉണ്ടെങ്കിൽ അവിടെ ഒരു പ്രതിയുണ്ട്. ഇവിടെ ഒരു വാദി ഉണ്ടെങ്കിൽ അവിടെ ഒരു വാദിയുണ്ട്. ഇവിടെ എന്താ ഈ മൊഴിയെടുപ്പുണ്ടെങ്കിൽ അവിടെ ഈ മൊഴിയെടുപ്പുണ്ട്. ഇതെല്ലാം ശരി. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം ഇന്ന് രാത്രി ഓർക്കണം. ഇവിടെ ഒരു കോടതി ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ കോടതിയുണ്ട്. ഇവിടെ ഒരു വക്കീലുണ്ടെങ്കിൽ അവിടെ ഒരു വക്കീലുണ്ട്. അത് കേട്ടവർക്ക് സന്തോഷം വന്നു. നല്ലൊരു വക്കീലിനെ പിടിക്കുക. എന്ത് കുറ്റം ചെയ്താലും ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഉള്ള നല്ലൊരു വക്കീലിനെ പിടിക്കുക, നല്ലവണ്ണം കാശ് കൊടുക്കുക. ഏത് കുറ്റവാളിക്കും 5-10 വർഷം കഴിയുമ്പോൾ ഈസിയായി പുറത്തു വരാൻ കഴിയുന്ന സംവിധാനം ഇന്ത്യൻ ജുഡീഷ്യറിക്കകത്തില്ലേ? ഇല്ലേ? എത്ര കൊലപാതകികൾ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുണ്ട്? എത്രയോ കൊച്ചു മക്കളെ പീഡിപ്പിച്ചു കൊന്ന എല്ലാവർക്കും ശിക്ഷ കിട്ടിയിട്ടുണ്ടോ? എല്ലാവർക്കും ന്യായമായ വിധി കിട്ടിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്കൂ. എത്രയോ ജാതിക കലാപങ്ങൾ നടത്തിയ രാഷ്ട്രീയ ആളുകളുണ്ട്, മതത്തിന്റെ ആളുകളുണ്ട്. എല്ലാവർക്കും ഈ രാജ്യത്ത് ശിക്ഷ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. വിശദീകരിക്കുന്നില്ല. ഒരൽപ്പം പോലെ കൈകടത്താൻ കഴിയാത്ത, ലോകത്തിലൊരു മനുഷ്യന് സ്വാധീനിക്കാൻ കഴിയാത്ത, ഒരു മനുഷ്യന് പോലും ഒരു വിധത്തിൽ സ്വാധീനിക്കാൻ, ലോകത്തിലെ ഒരുത്തനും സ്വാധീനിക്കാൻ കഴിയാത്ത പരിശുദ്ധമായ പാവനമായ പരിമളമായ ആ സിംഹാസനത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ ജഡ്ജി, അവിടെ ഒരു പ്രത്യേകതയുള്ളത്, അവിടുത്തെ ജഡ്ജിയും വക്കീലും ഒരാളാണ്. നമുക്ക് വക്കീൽ വെക്കാൻ പറ്റത്തില്ല. അവിടെ ജഡ്ജിയും വക്കീലും ഒരൊറ്റയാളാണ്. ആ വക്കീല് വാസ്തവത്തിൽ ചോദിക്കുന്ന ചോദ്യം, ഇപ്പോ ഒരാളോട് ചോദിക്കുകയാണ്, നീ ഇന്നത് ചെയ്തോ? അവൻ പറയുന്നു, ഏത് കുറ്റവാളിയും തെറ്റുകൾ നിഷേധിക്കാം. അടുത്ത നിമിഷം അതിൻ്റെ സാക്ഷിമൊഴി വരികയാണ്. നമുക്കറിയാലോ, ഇവിടെ ഏത് കാര്യത്തിനും സാക്ഷിയാണ്. പക്ഷെ ഒന്നും കണ്ടിട്ടില്ലെങ്കിലും പൈസ മേടിച്ചുകൊണ്ട് കോടതിയിൽ സാക്ഷ്യം പറയുന്നത്, കള്ളസാക്ഷി പറയുന്ന ഒരു തൊഴിലാക്കിയ ആളുകൾ പോലും നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷെ അവിടെ സാക്ഷി പറയുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറോ പ്രസിഡന്റോ MLA-യോ MP-യോ മന്ത്രിയോ സഭാ പാസ്റ്ററോ സഭാ കമ്മിറ്റി അംഗങ്ങളോ ആരുമല്ല. അവിടെ സാക്ഷി പറയുന്നത്, ബൈബിൾ പറയുന്നു, മുകളിൽ നിന്ന് ആകാശത്തെയും താഴെ നിന്ന് ഭൂമിയെയും അവൻ സാക്ഷിക്കായി വിളിക്കുന്നു. ചോദിക്കുന്ന ചോദ്യത്തിന് തെറ്റായി ആൻസർ പറഞ്ഞാൽ, കുറ്റം നിഷേധിച്ചാൽ അവന് സാക്ഷി പറയുന്നത് മുകളിൽ നിന്നും ആകാശവും താഴെ നിന്ന് ഭൂമിയെയും സാക്ഷിയായി വിളിക്കുന്നു. ഈ മണ്ണിനെ സ്വാധീനിക്കാൻ ആർക്കും സാധ്യമല്ല. ആകാശത്തെ സ്വാധീനിക്കാൻ ആർക്കും സാധ്യമല്ല. ഇന്ന് രാത്രി തിരിച്ചറിയൂ, നീ ചവിട്ടി നിൽക്കുന്ന മണ്ണ്, നീ ചെയ്ത പ്രവർത്തികളെ, നിന്റെ പാപങ്ങളെ, നീ ചെയ്ത സകല പ്രവർത്തികളെയും ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ ഈ പൂഴി മണ്ണ് സാക്ഷി പറയുമെന്ന യാഥാർത്ഥ്യം ഈ നാടിന് രാത്രി അറിഞ്ഞിരിക്കണം.
ഒന്നുകൂടി ആവർത്തിക്കുന്നു, സാക്ഷി പറയാൻ നീ ആളെ കണ്ടെത്തണ്ട. കൂലി കൊടുത്ത് സാക്ഷി പറയാൻ പറ്റില്ല, മൊഴി മാറ്റിയെടുക്കാൻ പറ്റില്ല. നീ ഞാൻ ചവിട്ടി നിൽക്കുന്ന ഈ പൂഴി മണ്ണ് എനിക്കും നിനക്കും വിരോധമായി ദൈവത്തിന് മുമ്പിൽ സാക്ഷി പറയാൻ എഴുന്നേറ്റ് വരുന്നൊരു ദിവസം. ഇനി രണ്ടാമത്തെ സാക്ഷിയാരാ? ആകാശം. നീ പറഞ്ഞതും നീ പ്രവർത്തിച്ചതും നീ ചെയ്തതും നീ കൊടുത്തതും നീ വാങ്ങിയതും സകലവും നിന്നെ സദാസമയം നിന്റെ അമ്മയുടെ ഉദരം മുതൽ നിന്റെ കുഴിക്കര വരെ നിന്നെ ശോധന ചെയ്യുന്ന രണ്ട് കണ്ണുകളുണ്ട്. ബൈബിൾ പറയുന്നു, ആ കണ്ണ് ഭൂമി മുഴുവൻ ഊടാടി നടക്കുന്ന കണ്ണാകുന്നു. ആ കണ്ണിനെ ഒളിച്ചു വെക്കാൻ ആർക്കും ഒരു കാലത്ത് സാധ്യമല്ല പ്രിയരെ. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ ഇന്ന് രാത്രി ആ തെറ്റിദ്ധാരണ മാറ്റണം. ആ കണ്ണിനെ ഒളിക്കാൻ ആർക്കും സാധ്യമല്ല. ക്യാമറയെ പറ്റിക്കാം. ഈ അടുത്ത കാലത്ത് ഒരു മണ്ടൻ മോഷ്ടാവ് മോഷണം നടത്തിയതിന് ശേഷം ക്യാമറയും കൂടെ കൊണ്ടുപോയി. അവൻ വിചാരിച്ചു ഈ ഇരിക്കുന്ന സൂത്രത്തിലാണ് ഈ റെക്കോർഡ് ചെയ്യുന്നതെല്ലാം ഇരിക്കുന്നതാണ്. പക്ഷേ ഇത് കാണിച്ചു കൊടുക്കുന്നെങ്കിലും ഇതെല്ലാം ഫീഡ് ചെയ്ത് വെക്കുന്നത് വേറൊരു സ്ഥലത്താണ്. അവിടെ നോക്കിയപ്പോൾ കള്ളനെ നല്ല ഭംഗിയായിട്ട് കാണാം. ഇവൻ വിചാരിച്ചു ക്യാമറയും കൂടെ അടിച്ചുകൊണ്ട് പോയതുകൊണ്ട് കുഴപ്പമില്ലെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് എത്രയോ ക്യാമറകൾ കേടായിരിക്കുന്നു. ഈ അടുത്ത സമയത്ത് ഞാൻ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, ഒരു സ്കൂളിലൊരു മോനും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ക്യാമറ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, മക്കളെ നീ ഇവിടെ നിന്ന് ഇറങ്ങണം, ഞാൻ വന്ന് ഹെൽമെറ്റ് വെച്ചോട്ടെ. അപ്പോൾ പറഞ്ഞു, ഞങ്ങളെ അത് വർക്കല്ലെന്നും, ആ ക്യാമറ വർക്കല്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ വിശ്വാസത്തിൽ പോയിരിക്കുകയാണ്. ഇനി പെറ്റി വന്നാലേ അറിയാൻ പറ്റുള്ളൂ എന്താണെന്ന്. എങ്കിലും ഞാൻ പറഞ്ഞത്, അപ്പോൾ ക്യാമറകൾ കേടാകാം, പക്ഷെ ഈ കണ്ണിനെ കേട വരത്തില്ല. ബൈബിൾ പറയുന്നു, ഇസ്രായേലിന്റെ പരിപാലകൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സദാസമയം ഭൂമിയുടെ 5 വൻകരകളിലും തൻ്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന്റെ പ്രവൃത്തികളും ചെയ്ത് അവൻ്റെ ചെയ്തികളും അവൻ്റെ സകല പ്രവൃത്തികളും സദാസമയം അവിടുത്തെ രജിസ്റ്ററിൽ സകലതും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങൾക്ക് തെളിവിന് വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്കറിയാമോ, ഏദനിൽ പാപം ചെയ്ത ആദാമിനെ ദൈവം ശിക്ഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. 2, സ്വന്തം സഹോദരനായ കയ്യിനെ കൊന്ന് ചതുപ്പ് നിലത്തിൽ കുഴിച്ചിട്ടിട്ട് ഒന്നും അറിയാത്തവനെ പോലെ നടന്ന കയ്യിനെ വിളിച്ച് നിന്റെ സഹോദരൻ എവിടെ എന്ന് ചോദിക്കുക മാത്രമല്ല, അവൻ ചെയ്ത ശിക്ഷയ്ക്ക്, അവൻ ചെയ്ത പ്രവൃത്തിക്കുള്ള ശിക്ഷ കൊടുത്ത് ബൈബിൾ പറയുന്നവൻ കിഴക്ക് ദേശത്തേക്ക് പോയി അലഞ്ഞ് ജീവിക്കേണ്ട ഗതികേട് അവന് ശിക്ഷ വിധിച്ച ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സമൂഹം അറിയണം, സകല പ്രവൃത്തികൾക്കും നിശ്ചയമായി ശിക്ഷാവിധി ഉണ്ടാകും. ഈ കാബേലിനെ കൊന്ന കയ്യിന് ശിക്ഷ കിട്ടി. സ്വന്തം സഹോദരനെതിരെ നീ പറയുന്ന ഓരോ വാക്കും അത് കൊലപാതക കുറ്റമായി ദൈവം നിന്റെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അരുത് എന്ന് പറഞ്ഞ ദ്രവ്യത്തെ അടിച്ചുമാറ്റി സ്വന്തം കൂടാരത്തിന്റെ കുറ്റിക്ക് കീഴിൽ കുഴിച്ചിട്ട ആഹാരെ കൊണ്ട് തന്നെ ആ കുഴിച്ചിട്ട വസ്തുവിനെ തോണ്ടിയെടുത്ത് അവൻ്റെ മേലും അവൻ്റെ കുടുംബത്തിൻ്റെ മേലും കൽക്കൂമ്പാരം വരുത്തി ശിക്ഷ വിധിച്ച ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഓർക്കണം, അടിച്ചു മാറ്റി കൊണ്ടുവന്ന് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട വസ്തുവിനെ ഇട്ടവനെ കൊണ്ട് തോണ്ടിയെടുപ്പിച്ച ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ കുറവാണ്. ഇന്ന് രാത്രി ഇവരുടെ കെട്ടുകളൊക്കെ അഴിയുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവരെല്ലാം തുള്ളിച്ചാടി സ്തോത്രം പറഞ്ഞേനെ. ഈ ഭൂമിയിലെ നന്മയെക്കുറിച്ചല്ല പറയുന്നത്, സ്വർഗത്തെക്കുറിച്ച് പറയാൻ പോവാണ്. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ശിക്ഷ ഇല്ലെന്നോ ആർക്കും ഒളിക്കാൻ സാധ്യമല്ല, ഒരിടത്തും പതുങ്ങി നിൽക്കാൻ സാധ്യമല്ല. ഇനി നയമാന്റെ പിന്നാലെ ഓടി അവർ അരുത് എന്ന് നിഷേധിച്ചു കളഞ്ഞ സ്വർണവും വസ്ത്രവും ഓടിപ്പോയി പുറകെ നടന്ന് വാങ്ങിച്ച ഗേഹസിയുടെ നെറ്റിമേൽ കുഷ്ഠം കൊണ്ട് കുഷ്ഠം വരുത്തി ന്യായം വിധിച്ച ഒരു ദൈവമുണ്ടെന്ന് എൻ്റെ കേൾവിക്കാരിന്ന് രാത്രി അറിഞ്ഞിരിക്കണം. ദൈവത്തിൻ്റെ ദാസനായ മോശ 40 കൊല്ലം മരുഭൂമിയിൽ തൻ്റെ ജനത്തെ നടത്തിക്കൊണ്ട് വരുമ്പോൾ തനിക്ക് വിരോധമായി ഒരു സഖ്യത കൂടി ഏതാണ്ട് 23,000-ഓളം പേര് കൂടിയിരുന്ന് മോശയെ തകർക്കാൻ ഗൂഢാലോചന നടത്തുമ്പോൾ ആ കൂടിയിരുന്ന് ഗൂഢാലോചന നടത്തിയ ആ കൂട്ടത്തിന് നടുവിൽ ഭൂമിയെ വായി പിളർന്ന് വിഴുകിക്കളഞ്ഞത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇന്ന് രാത്രി നാട്ടുകാരെ, ഇത് ഉമ്മാക്കിക്കളിയല്ല. സുവിശേഷത്തിനെതിരെ നേരാവണ്ണം ജീവിക്കുന്ന ദൈവത്തിന്റെ ഭക്തന്മാർക്കെതിരെ വിരൽ ചൂണ്ടിയാൽ, വേണ്ടാത്ത പണിക്ക് പോയാൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ശിക്ഷ ഉണ്ടാകും. പോരാ, അതിനപ്പുറത്ത് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിലും ശിക്ഷ വിധിക്കും. ഇനി എന്തിനേറെ പറയുന്നു, മോശയുടെ സ്വന്തം പെങ്ങള് മോശയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒറ്റ ചോദ്യം ചോദിച്ചോളൂ. ഇത്രയും നല്ല പെമ്പിള്ളാര് കിടക്കുമ്പം ഈ കറുത്തിരുണ്ട ഈ പെണ്ണിനെ നിനക്ക് കിട്ടിയോളോടാ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അഭിഷക്തനായ മോശയ്ക്കെതിരെ വിരൽ ചൂണ്ടിയ സുന്ദരിയായ തൻ്റെ സഹോദരിയുടെ നെറ്റിമേൽ കുഷ്ഠം
നഷ്ടം വരുത്തി പാളയത്തിന് പുറത്താക്കി ന്യായവിധി നടപ്പിലാക്കിയ ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ഞാൻ വിളിച്ചു പറയുന്നു, ഇന്ന് രാത്രി ഒരു ന്യായവിധിയെ ലോകം അഭിമുഖീകരിക്കാൻ പോകുകയാണ്. അതിനുവേണ്ടി ഇന്ന് രാത്രി സമൂഹം തയ്യാറായിക്കൊള്ളണം. വേദപുസ്തകത്തിലെ കഥകളും വേദപുസ്തകത്തിലെ ചിന്തകളും പറഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിച്ചു കാണും, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിച്ചു കാണും. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, റുമേനിയ എന്നൊരു നാസ്തിത്വ രാജ്യം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും. റുമേനിയ എന്ന നാസ്തിത്വ രാജ്യം, ആ രാജ്യത്തിൽ പല മിഷണറിമാർ പോയി. നൂറുകണക്കിന് മിഷണറിമാരെ അമേരിക്കയിൽ നിന്നും UK നിന്നും ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നൊക്കെ പോയ നൂറുകണക്കിന് മിഷണറിമാരെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം പല സന്ദർഭങ്ങളിലായി അവരെ കൊന്നു. ഒടുവിൽ റിച്ചാർഡ് ഉമ്രാണ്ട് എന്ന് പറയുന്ന ദൈവമനുഷ്യരും അദ്ദേഹത്തിൻ്റെ ഭാര്യ സെമീന ഉമ്രാണ്ടുമായി അവർക്കറിയാം ആ രാജ്യത്ത് എന്താണ് ശിക്ഷ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ യേശു ജീവിക്കുന്നു എന്ന് പറയാൻ ആ കുടുംബം റുമേനിയയിലേക്ക് പോയി. അവിടെ ചെന്നു. ഒരുപക്ഷെ അവർക്ക് പ്രവർത്തിക്കാൻ വളരെ കുറച്ച് സമയമേ കിട്ടിയുള്ളൂ. കിട്ടിയ സമയം നല്ല ശതമാനവും അവർ ജയിലുകളിൽ അകപ്പെട്ടു, ജയിലുകളിൽ കിടന്നു. അവർ നരകിക്കാനുള്ളത് മുഴുവനും നരകിച്ചു. അതിക്രൂരമായി അവർ മർദ്ദനമേറ്റു. പൈശാചികമായി അവർ ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഭർത്താവ് ഒരു ജയിലിൽ, ഭാര്യ മറ്റൊരു ജയിലിൽ. റിച്ചാർഡ് ഉമ്രാണ്ടിന്റെ ജീവിക്കുന്ന രക്തസാക്ഷികൾ എന്ന ഒരു പുസ്തകമുണ്ട്, കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. എൻ്റെ കയ്യിൽ ആ പുസ്തകമുണ്ട്. അതിനകത്ത് അവിടെ ചരിത്രം പറഞ്ഞിരിക്കുന്നു. ആ പുസ്തകത്തിനകത്ത് പറയുന്നത് ഈ സ്ത്രീയെ അതിക്രൂരം പൈശാചികമായി അവിടുത്തെ ഭരണകൂടവും അവിടുത്തെ ജയിലറകളും അവരെ ശിക്ഷിച്ചു, അവരെ ഉപദ്രവിച്ചു, എല്ലാം ചെയ്ത് 14 വർഷം കഴിഞ്ഞ് ശിക്ഷയിൽ നിന്ന് പുറത്തിറങ്ങി 6ാമത്തെ ദിവസം വീണ്ടും അവർ അറസ്റ്റ് വരിച്ചു. അങ്ങനെ ഇഷ്ടം പോലെ കഷ്ടപ്പെട്ട ഒരു കുടുംബം അവസാനം ഏതാണ്ട് 40 വയസ്സ് കഴിഞ്ഞപ്പോൾ അവർക്കൊരു മകൻ ജനിച്ചു. മകൻ ജനിച്ചപ്പോൾ അവർക്ക് സന്തോഷമുണ്ടായിരുന്നു. ദൈവമേ, അവനും ഈ സുവിശേഷം വേല ചെയ്യണം എന്ന ആഗ്രഹത്തോടെ അവരെയും വളർത്തി. പക്ഷെ നിർഭാഗ്യമെന്നോ ഭാഗ്യമെന്നോ പറയട്ടെ, അവന് 14 വയസ്സ് കഴിയുമ്പോൾ ഇവർക്കെതിരെ വീണ്ടും അറസ്റ്റ് വാറണ്ട് വന്നു. എന്താണ് തെറ്റ്? അവർ രാജ്യദ്രോഹം ചെയ്തതുകൊണ്ടല്ല, അവർ പാപത്തിനെതിരെ പ്രസംഗിച്ചു. ഈ സുവിശേഷം പറഞ്ഞ ഒറ്റ കാരണത്താൽ അവർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെട്ടു. അവർ രണ്ടുപേരും ഒളിസ്ഥലത്തിലേക്ക് പോയി. ഒരു കുന്നിന്റെ മുകളിൽ, ഒരു പാറകളുടെ വിള്ളലുകളിൽ മാറി മാറി ഈ രണ്ടുപേരും പാർക്കാൻ തുടങ്ങി. നാളുകളോളം ഇവരെ അന്വേഷിച്ചു. അവിടുത്തെ രഹസ്യ പോലീസിനോ CIDക്കോ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ അവരവസാനം ഒരു കാര്യം തീരുമാനിച്ചു. ഇവരുടെ ഏകമകൻ 14-15 വയസ്സിനകത്ത് പ്രായമുള്ള റിച്ചാർഡ് ഉമ്രാണ്ടിൻ്റെയും സെമീന ഉമ്രാണ്ടിൻ്റെയും ഏകമകനെ അവർ അറസ്റ്റ് ചെയ്തു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പ്രായപൂർത്തി പോലും ആകാത്ത ഒരു കൊച്ചു പയ്യൻ, അവൻ ഒരു തെറ്റും ചെയ്യാത്തവൻ, അവനെ പിടിച്ച് അവർ കാരാഗൃഹത്തിലാക്കി. ഏതാണ്ട് 74 ദിവസം അവനെ കാരാഗൃഹത്തിലിട്ടു. എന്നിട്ട് 74 ദിവസം കാരാഗൃഹത്തിലിട്ടിട്ടും ഈ അപ്പനെയും അമ്മയും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ കാര്യം തീരുമാനിച്ചു. അവർക്ക് പകരം ഇവനെ കൊല്ലാൻ അവിടുത്തെ ഭരണകൂടം തീരുമാനിച്ചു. നിങ്ങൾക്കറിയാമോ, അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇവനെതിരെ വധശിക്ഷ വിധിച്ചു. ഇന്ന ദിവസം ഇത്രാം തീയതി പുലർച്ചെ 5 മണിക്ക് റിച്ചാർഡ് ഉമ്രാണ്ടിന്റെ മകന് വധശിക്ഷ നടപ്പിലാക്കാൻ അവർ തീരുമാനിച്ചു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, അവന്റെ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് അന്നത്തെ റേഡിയോ മാധ്യമങ്ങളിലൂടെ എല്ലാം പുറത്തു വന്നു. ഈ ദമ്പതിമാരും വസ്തുത അറിഞ്ഞു. അവരുടെ അവസ്ഥ ചിന്തിച്ചു നോക്ക്. ആറ്റുനോറ്റ് കിട്ടിയ ഒരേ ഒരു ആൺകുട്ടിയുടെ തലമേൽ, കഴുത്തിന്മേൽ അടുത്ത സുപ്രഭാതത്തിൽ അവന്റെ കഴുത്തിന്മേൽ മരണക്കുരുക്ക് വീഴാൻ പോകുന്നു. അപ്പനും അമ്മയ്ക്കും ഒരു രക്ഷ, അവരെ സഹായിക്കാൻ ഒന്നും കഴിയാത്ത വിധത്തിൽ ജനിപ്പിച്ച അപ്പനോ പ്രസവിച്ച അമ്മയ്ക്കോ ഒരു ചെറിയ സഹായം പോലും തൻ്റെ പിഞ്ചോമനയ്ക്ക് ചെയ്യാൻ കഴിയാതെ അവർ ഒളിവിൽ ഇരിക്കുന്ന സമയം അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഒറ്റ പരിപാടിയേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടുപേരും കൂടി ആ രാത്രിയിൽ കരം കോർത്തു പിടിച്ച് മുഴങ്കാലുകളിൽ നിന്ന് ആ കാട്ടിനകത്ത് പാറക്കൂട്ടത്തിനിടയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് കരയാൻ തുടങ്ങി. ദൈവത്തോട് അവർ നിലവിളിക്കാൻ തുടങ്ങി. അവർ ദൈവത്തോട് കരയാൻ തുടങ്ങി. ദൈവമേ, നീ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ രക്ഷയ്ക്കായി, ഞങ്ങളുടെ സഹായത്തിനായി നീ മാത്രമേ ഉള്ളൂ. 121 സങ്കീർത്തനം ഉരുവിട്ടുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞു. അവർ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്നും വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന വാക്യം ഉരുവിട്ടുകൊണ്ട് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സങ്കീർത്തനത്തിൻ്റെ പവർ കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി VD സതീശന്റെ പ്രസംഗങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം ആ വചനത്തിന്റെ പവർ. അന്ന് രാത്രി അവർ മുഴങ്കാലമടക്കി പ്രാർത്ഥിച്ചു. രാത്രി 10 മണിയായി, 11 മണിയായി, 12 മണിയായി, 1 മണിയായി. പക്ഷെ ആ രാത്രി എന്താണ് ദൈവത്തിന്റെ ആത്മാവ് ചെയ്തത് നിങ്ങൾക്കറിയണ്ടേ? ആ ഒരൊറ്റ കുഞ്ഞിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയ ആ മിഷണറി കുടുംബത്തിന് വേണ്ടി അപ്പന്റെ അമ്മയുടെ കണ്ണുനീരിന് മറുപടിയായി ആ രാത്രി റുമേനിയ രാജ്യത്തിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഒരു കാരണമില്ലാതെ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടു. പ്രസിഡന്റിന്റെ കൊട്ടാരം പൊതുജനം വളഞ്ഞു. ഇവന് വധശിക്ഷ വിധിച്ച ആ സുപ്രീം കോടതി ജഡ്ജിയെ ആ രാത്രി ആളുകൾ പട്ടിയെപ്പോലെ തല്ലിക്കൊന്നു. പ്രസിഡന്റ് പ്രാണരക്ഷാർത്ഥം അവിടുത്തെ പാർലമെന്റ് അംഗങ്ങളെ പെരുവഴിയിട്ട് നാട്ടുകാർ, മനുഷ്യർ അവരെ തല്ലിക്കൊന്നു. അവസാന പ്രാണരക്ഷയ്ക്കായി ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് ഹെലികോപ്റ്ററിൽ കയറി അടുത്ത രാജ്യത്തിലേക്ക് പോയി രക്ഷപ്പെട്ടു. ഇന്ന് രാത്രി പ്രിയരെ, പിറ്റേ ദിവസം റിച്ചാർഡ് ഉമ്രാന്റെ മകന് വധശിക്ഷ നടപ്പിലാക്കാൻ ഒരു ഭരണകൂടമില്ലാതെ ദൈവത്തിന്റെ ന്യായവിധി ദൈവ റുമേനിയ എന്ന രാജ്യത്തിൽ ദൈവം അയച്ചെങ്കിൽ ഇന്ന് രാത്രി ഈ നാട്ടിൽ അയക്കത്തില്ലെന്നോ? ദൈവം തന്നെ ജനത്തിന്റെ നിലവിളി കേൾക്കയില്ലെന്നോ? ദൈവം തന്നെ ജനത്തിന്റെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്നോ? ഈ രാത്രി വിശ്വസിക്കുന്നവരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ വിശ്വാസത്തിനെതിരെ, നിന്റെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ മനുഷ്യൻ കായികമായിട്ടോ മാന്ത്രികമായിട്ടോ ഏത് തലത്തിൽ പ്രവർത്തിച്ചോ ആ പ്രവർത്തിക്ക് ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകും. ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. ഈ നാടിനോട് ഇന്ന് രാത്രി ഈ പ്രസംഗത്തിന്റെ ഏറ്റവും ഒടുവിൽ ഞാൻ ആഹ്വാനം ചെയ്യുന്നത്, ആ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറൂ. ഇന്ന് രാത്രി നിന്റെ സകല പരിപാടി നിർത്തിക്കോ. ദൈവനാമത്തിനെതിരെ, ദൈവപ്രവർത്തിക്കെതിരെ, സുവിശേഷത്തിനെതിരെ, ദൈവാത്മാവിന് എതിരെ ഏത് പ്രവൃത്തിയുണ്ടോ വെച്ചു മതിയാക്കി ഇന്ന് രാത്രി ന്യായവിധിയിൽ നിന്ന് ചെയ്ത പ്രവർത്തിക്കും എല്ലാത്തിനും രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരൊറ്റ നാമം, അത് ശ്രീ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കളാകുവാൻ അവകാശം കൊടുത്ത ക്രിസ്തു ഇന്ന് രാത്രി നാടിനോട് പറയുന്നു, രക്ഷ പ്രാപിപ്പീൻ. ന്യായവിധി ഒഴിഞ്ഞു മാറുവീൻ. ന്യായവിധി ഒഴിഞ്ഞു മാറുവീൻ. മരിച്ചവനെ ഇന്ന് ഈ നാട്ടിൽ ഒരു പ്രതി മരിച്ചുപോയാൽ അവന് പിന്നെ ശിക്ഷ അവിടെ കൊണ്ട് തീർന്നു. പക്ഷെ ഇവിടെ മരിച്ചുപോയവനെ ഉയർപ്പിച്ചു കൊണ്ടുവന്ന് നിർത്തി ചെയ്ത തെറ്റുകൾക്ക് മുഴുവൻ എണ്ണി എണ്ണി കണക്ക് പറയുന്ന ദൈവത്തിന്റെ കോടതിയുടെ മുമ്പാകെ, ദൈവിക ജുഡീഷ്യറിയുടെ മുമ്പാകെ നിൽക്കാൻ സമയവും കാലവും വന്നിരിക്കുകയാൽ ഇന്ന് രാത്രി പ്രവൃത്തികളെ തിരുത്തൂ, സ്വഭാവങ്ങളെ തിരുത്തൂ, ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരൂ. കർത്താവ് ഇന്ന് രാത്രി നിങ്ങളെ ക്ഷണിക്കുകയാണ്. കണ്ണുകൾ അടയട്ടെ, തലകൾ വണങ്ങട്ടെ. ഒരല്പസമയം ദൈവത്തോട് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. അതരങ്ങൾ തുറന്ന് പോരാ, ശബ്ദമുയർത്തി അല്പനിമിഷങ്ങൾ പ്രാർത്ഥനയ്ക്കായി തുടങ്ങട്ടെ.